നമുക്ക് തുടങ്ങാം. കാര്യക്കാരെ വിളിക്കാം. ഒരുപാട് സ്നേഹത്തോടെ നസീറിക്ക, ബിജുകുട്ടൻ ചേട്ടാ, പ്രസാദ് ചേട്ടാ, നമസ്കാരം. നമസ്കാരം. നമുക്കിപ്പോൾ ഓഡിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ചാരുമൂട് മേഖലയിൽ നിന്ന് കുറച്ച് ആൾക്കാരാണ്. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷനിലുള്ള ആൾക്കാരാണ്. ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും സ്വാഗതം. പിന്നെ ചിരിച്ചങ്ങോട്ട് തുടങ്ങാം അല്ലേ? റെഡി അല്ലേ? ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ടീം മാസ് നാടൻ സ്കിറ്റ് ചെയ്യുന്ന മാസ് ടീം. മനോജ് വലഞ്ചുഴി, അജേഷ് റാന്നി, സുമി. നല്ലൊരു കൈഡി, ഒരു ഉഗ്ര സാധനം അവർ വരുന്നുണ്ട്. അഴിച്ചുവിട്. മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ്. അമ്മ പ്രപഞ്ച ശക്തിയാണ്. അമ്മ പുഴയാണ്. അമ്മ ഒരു കാറ്റാണ്. അമ്മ ഒരു സാന്ത്വനമാണ്. അത് നിങ്ങളുടെ അമ്മ. എന്റെ അമ്മ പെൻഷൻ കിട്ടിയ പൈസ കൊണ്ട് റേഷനറി വാങ്ങിച്ചിട്ട് ചേട്ടന്റെ വീട്ടിൽ പോയപ്പോ എന്നെ കളഞ്ഞിട്ട് എന്നോട് പണം കിട്ടി രാവിലെ വഴക്കുണ്ടാക്കിയിട്ട് എന്റെ അമ്മ കമലാക്ഷി അമ്മ അതേലും അങ്ങനെ സ്വന്തം വീട്ടിൽ ഇളയ പിള്ളേർക്ക് ഒരു സ്ഥാനവും കാണത്തില്ല. കല്യാണം കഴിച്ച് കാത്തിരുന്നുണ്ടാകുന്ന മൂത്ത കുഞ്ഞിനെ മാത്രം ഇവര് ലാളിക്കും. ഇളയ കുഞ്ഞിന്റെ ആവശ്യം ഉണ്ടോ ചോദിക്കും, പറയും ഞങ്ങൾ ചിന്തിക്കുന്നേ ഉള്ളെന്ന്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇടയ്ക്ക് കയറി വരുന്ന എന്നെ പോലുള്ള അമ്മമാര്, മൂത്ത അമ്മമാരെ കീറിയ ഡ്രസ് ഇടാൻ വേണ്ടി ജനിച്ചവന്മാരാ ഞങ്ങൾ. എനിക്കാരുമില്ലേ, എനിക്കാരുമില്ലേ, എനിക്കാരുമില്ലേ. നിനക്ക് ഞാനുണ്ട് എങ്കിൽ നിനക്ക് ഞാനുണ്ട്. നീ ഇവിടെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വെള്ളിയാഴ്ച അല്ലേ നീ പുറത്തിറങ്ങി കാണുമെന്ന് വിചാരിച്ചു. വെള്ളിയാഴ്ച പുറത്തിറങ്ങാൻ ഞാൻ യക്ഷിയോ? അതാണ് പറഞ്ഞേ. ചേട്ടാ സാധാരണ നമ്മൾ ഇറങ്ങുന്നാണല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. നീ പണിക്കൊന്നും പോകുന്നില്ലയോ? നീ എന്നെ പണിക്ക് വിടാതെ നീ പണിക്ക് പോകുന്നുണ്ട്, അത് പറയടാ ആദ്യം. അക്കരെ മേലെ JCBക്ക് മണ്ണിടിക്കുന്നുണ്ട്. നീയാണോ JCBയുടെ ഓപ്പറേറ്റർ? അതല്ല, അത് ജനിക്കുന്നതാണ്. ഞാൻ അവിടെ പോയി നിൽക്കും. JCB മണ്ണ് ഇങ്ങനെ കുടഞ്ഞെടുത്ത് അങ്ങനെ ഭയങ്കര രസമാടാ. അത് ശരിയാ, നീ വല്ലവരും കുടയുന്ന കണ്ടോണ്ടിരിക്കത്തേ ഉള്ളു. പിന്നെ മുഖത്തൊരു വിഷമം. ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പണമുണ്ട്, ഇത് എവിടെ കൊണ്ട് കളയെന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുവാ. കഴിഞ്ഞ ആഴ്ചേ ഗോപാലൻ ചേട്ടന്റെ ചായക്കടയിൽ നിന്ന് കാലിച്ചായ കുടിച്ചിട്ട് അതിന്റെ പൈസ കൊടുക്കാതെ ആ ഗ്ലാസും മടി വെച്ചോണ്ട് ഓടി വന്നോടെ ഇല്ലടാ നീ. 25 രൂപ അവിടെ കൊണ്ട് പൈസയുടെ കന വെച്ചിരുന്ന് കുറയട്ടെ. നീ പിന്നെ പൈസ വളർത്തിയില്ലേ? ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ നല്ല രീതിയിൽ തന്നെ നോക്കി. ഞങ്ങൾ 8 മക്കളെ നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ അച്ഛൻ നോക്കിയത്. ഞാനിത് പലപ്പോഴും നിന്നോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു, ഈ 8 മക്കളെയൊക്കെ നിങ്ങളുടെ അച്ഛനെ എങ്ങനെ വളർത്തിയടാ നീ? അന്നത്തെ കാലത്ത് ഞങ്ങളുടെ അച്ഛന്റെ പണം ഉണ്ടായിരുന്നല്ലോ. എടാ പണം ഉണ്ടെന്ന് പറഞ്ഞാൽ 8 മക്കളെന്ന് പറഞ്ഞാൽ നാണം കേട്ടില്ല. നിനക്ക് തടസ്സം നിൽക്കത്തില്ലായിരുന്നു? എടാ ഞാൻ എങ്ങനെ തടസ്സം നിൽക്കുമെന്ന്? അതെന്താടാ? ഞാനല്ലേ അവസാനം ഉണ്ടായത്. അപ്പൊ ഈ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എടാ അത് ഞങ്ങളുടെ അച്ഛന് സർക്കാർ പ്രോത്സാഹനം കൊടുത്തല്ലേ. അതെന്ത്? ഒരു പ്രസവത്തിൽ 6000 രൂപ കൊടുക്കും. അച്ഛനൊരു പ്രോത്സാഹനമായി ചറപറ. ലാസ്റ്റിൽ 8ാമത്തെ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോഴേ സർക്കാർ അച്ഛന് നോട്ടീസ് അയച്ചു, ഗോപാല നിർത്തിക്കോ, ഖജനാവ് കാലിയാവാൻ തുടങ്ങി, ഇനി നമ്മള് ലോകബാങ്കിൽ നിന്ന് കടമെടുക്കേണ്ടി വരുമെന്ന്. അങ്ങനെ നിർത്തിയത്. അമ്മ എന്തിയടാ? അമ്മയുടെ കാര്യം മിണ്ടിപ്പോയല്ലോ. എന്താ എന്റെ വീടാണോ ഇത്? അവര് പറയാ എന്റെ വീടല്ലത്, ഇവിടെ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞിട്ട് എന്നോട് പണങ്ങി രാവിലെ വഴക്കുണ്ടാക്കി ചേട്ടന്റെ വീട്ടിൽ പോയേക്കാ പൊറുക്കാൻ. അല്ല ഈ അമ്മയ്ക്ക് എന്തുവാ നിന്നോട് സത്യത്തിൽ എന്താ വിഷയം? അമ്മയുമായിട്ട് എന്തുവാ? അമ്മ പറയാ ഞാൻ അമ്മയ്ക്ക് ചെലവിന് കൊടുക്കുന്നില്ലെന്ന് പോലും. എടാ അത് മോശമാടാ, നീ പണിക്ക് പോയി അമ്മയ്ക്ക് ചെലവിന് കൊടുക്കണ്ടേടാ. എടാ ഞാൻ പണിക്ക് പോവുക ചെയ്യും, നിനക്ക് അറിയാമല്ലോ. 600 രൂപ ഡെയിലി നീ ശമ്പളം ഉള്ളൂ. രാവിലെ ഒരു കാപ്പ് കുടിക്കും 200 അങ്ങനെ പോകും. ഉച്ചയ്ക്ക് ഒരു ചോറ് കൊണ്ടും 300 അങ്ങനെ പോകും. വൈകിട്ടൊരു കാപ്പ് കുടിക്കും 100 അങ്ങനെ പോകും. അങ്ങനെ 600 മൊത്തത്തിൽ അങ്ങനെ പോകും. മൊത്തം പോകും. പിന്നെ അമ്മയ്ക്ക് ഞാൻ എന്താ വെച്ച് കൊണ്ട് കൊടുക്കും? തെറ്റാത്തറ ഞാൻ ചെയ്തത്? അല്ലല്ല, നീ ചെയ്തതല്ല തെറ്റ്. അച്ഛൻ കളഞ്ഞിട്ട് പോയപ്പം പറക്കമുറ്റാത്ത 2 പോത്തുകളെ വളർത്തി ഈ നിലയിലാക്കിയ നിന്റെ അമ്മയാണ് തെറ്റ് ചെയ്തത്. കേട്ടോ, നിന്റെ അമ്മ തന്നെ തെറ്റ് ചെയ്തത്. ഞാൻ കല്യാണം കഴിക്കാൻ പോലും അമ്മ സമ്മതിക്കത്തില്ലടോ. ഒന്നും പേടിക്കണ്ടെന്ന്, നീ വിളിച്ചോണ്ട് വാ പെണ്ണിനെ. വിളിച്ചിട്ട് ആഗ്രഹം വേണ്ടേ? പക്ഷെ ഇതിന്റെ പുറത്ത് ഒരു നിലയുടെ പണിഞ്ഞിട്ടേ ഞാൻ പെണ്ണ് അണ്ണൻ സമ്മതിക്കുമോ? അണ്ണൻ സമ്മതിക്കും. അണ്ണന് വിഷയമൊന്നുമില്ല. അണ്ണനല്ല, അതിന്റെ മണ്ട കൂട് വെച്ചിരിക്കുന്ന അണ്ണൻ സമ്മതിക്കുമോന്ന് നീ എന്റെ മണ്ടയ്ക്ക് പണിയാനെ കൊണ്ട്. ഇവിടെ വീടിനെക്കാട്ടി കിടക്കാൻ കൂടാണല്ലോ അണ്ണാൻ വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ? എന്താടാ? ഞാനേ ഒരാഗ്രഹം കുറച്ച് നാളുകൊണ്ട് മനസ്സിൽ കൊണ്ട് കിടക്കുക. എന്താടാ സംഭവം? എടാ ഇതുപോലുള്ളൊരു വീട്ടിലേ എനിക്ക് ഒരു ദിവസം അന്തി ഉറങ്ങണം. എടാ അതിപ്പോ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അമ്മ ഇട്ടിട്ട് പോയി, അമ്മ ഇനിയിപ്പോഴൊന്നും ഉടനെയൊന്നും വരുന്നില്ല, അമ്മ ഇട്ടിട്ട് പോയി, നിനക്ക് വേണമെങ്കിൽ അന്തി ഉറങ്ങുവോ, നീ അവിടെ കിടന്ന് കുത്തി വളയോ എന്താ വേണ്ട ചെയ്ത ഒരു കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേ ഈ അന്തി ഉറങ്ങുമ്പോഴേ ഒരാളൂടെ കൂടെ ഉണ്ടെങ്കിലേ നല്ല രസമായിരിക്കും.
ചോറ് വെക്കാൻ അരിയില്ലെന്ന് പറഞ്ഞിട്ട് കലം കടിച്ച് പറിക്കുന്നവരാ ഇല്ല. എടാ നീ അല്ലെന്ന് എന്നെ ഞാൻ നിന്നോട് തുറന്നങ്ങ് പറയാം. നീ പറയുന്നത് തുറന്ന് പറ. ഞാൻ ഒരു പെണ്ണുമായിട്ട് ഭയങ്കര പ്രേമമായിരുന്നു. അവരുടെ വീട്ടിലറിഞ്ഞ അവിടെ കല്യാണം നടത്തും. അതുകൊണ്ട് ഞാൻ അവളെ പെട്ടെന്ന് വിളിച്ചോണ്ട് വന്നു. എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ചെന്ന എന്റെ കാല് നിങ്ങളുടെ അച്ഛൻ തല്ലി ഓടിക്കും. നിന്റെ ഈ വീട്ടിൽ കിടന്നിട്ട് ഞാൻ രാവിലെ അവളെ കൊണ്ടങ്ങ് പൊക്കോളാം. പറ്റുമോ? പറ്റും. പറ്റിപ്പോയി പിറ്റപ്പോ ഒറ്റയോട് പറ്റപ്പോൾ ഡാറ്റ പറഞ്ഞ് മുറ്റത്തിറങ്ങുമ്പോൾ മുറ്റത്തിന്റെ അറ്റത്ത് ചിറ്റപ്പൻ ചൊറ്റപ്പല്ലിൽ പിടിച്ചിരിക്കും. ചിറ്റപ്പത്തെ കയറ്റി പിടിച്ച് ഒറ്റപ്പാലം വരെ നാട്ടോളം ചിറ്റപ്പന്റെ ചെറ്റക്കുള്ളിൽ പാറ്റാണോ ചിറ്റപ്പൻ തേറ്റാണോ മറ്റു പിടിച്ച് ചോറ്റുപാത്രം ചുറ്റിനും വെച്ചു. എങ്ങനെ ഉണ്ട്? കുളിക്കിയുടെ കാര്യമാണോ പറഞ്ഞത്? പിന്നെ എടാ ഞാനൊരു പെണ്ണുമായിട്ട് പ്രേമമായിരുന്നു. അവരുടെ വീട്ടിലറിഞ്ഞപ്പോ അവർക്ക് അവിടെ അച്ഛൻ കല്യാണ ആലോചന കൊണ്ട് തുടങ്ങി. ഞാൻ അവളെ അടിച്ചോണ്ട് വന്നു. ഈ വീട്ടിൽ ഒരു ദിവസം ഞങ്ങൾ നിന്നിട്ട് രാവിലെ അങ്ങ് പോക്കോളാം. ഞങ്ങൾ എവിടെയും പോയി രജിസ്റ്റർ മാരേജ് ചെയ്തോളാം പ്ലീസ്. നീയാടാ ഭാഗ്യവാൻ. ഈ ദാരിദ്ര്യവാസിക്ക് ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ഇവിടെ കണ്ട് കയറാനുള്ള ഭാഗ്യമില്ല. എങ്കിലും വന്ന് ഇവിടെ താമസിക്കുക. ആ അമ്മയുടെ വീട് അടിച്ചൊക്കെ തകർക്കത്തില്ല. പെണ്ണെവിടാടാ? പെണ്ണ് തോണ്ടേ തലേ കൂടെ ഷാൾ ഇട്ട് നിൽക്കുന്നുണ്ടോ? ആ പെണ്ണാന്നോ? നമ്മൾ ഇത്ര നേരം സംസാരിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു വോയിസ് ഓവർ പോലും തരാത്ത ഇവിടെ എന്തിനാണ് വിളിച്ചോണ്ട് വന്നേക്കുന്നത് നീ ഇവിടെ? അവളെ വിളിക്കട്ടെ. വിളിക്ക്, നീ വിളിക്ക്. കേറി വാ മക്കളെ. ഓ എൻ പിള്ള സാർ. അതല്ലേ കേറി വാ മോളെ. അല്ല എനിക്ക് കാണണ്ടേ? നിനക്ക് കാണാനല്ലേ ഞാൻ എനിക്ക് കാണാൻ വിളിച്ചോണ്ട് വന്നു. മുളകത്തു നമ്മുടെ വീടാ കേട്ടോ. നമ്മുടെ സ്വന്തം വീട് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയാ അടിപൊളിയാ. അങ്ങോട്ട് അല്ല റൂമൊക്കെ കാണിച്ചു കൊടുക്കണ്ടായോ? അയ്യോ എന്ന് പറഞ്ഞ 4 കെട്ടും 6 വീടല്ലേ ചെന്ന് കാണിച്ചു കൊടുക്കാൻ കോണോട് കോണും. നിന്ന് തുമ്മിയാൽ 360 ഡിഗ്രി നിന്റെ വീടിനകം മൊത്തം കാണാം. പോയപ്പോ നമുക്ക് വീട് കാണിച്ചു. അത്ര ചെറിയ വീടാണ് എന്റെ വീട്. അല്ലല്ല വലിയ വീടാ. 6 അടിയുടെ ഒരു പാ വാങ്ങിച്ചാൽ 2 അടി മുറിച്ചിട്ടാ ഇവ മുറിക്കാത്തിരുന്നേ. ഇല്ല 2 അടി വെളിയിൽ പോകും. നീ ഒന്നും പറയല്ലോ കേട്ടോ. എന്നാ ഒരു പെണ്ണ് വന്നപ്പോഴത്തേനും എന്നെ മറന്നങ്ങ് മറന്നു. ഭയങ്കര ഭാഗ്യവാനാ. ഡ്രസ് മാറിയില്ലേ മോളെ? കുന്തിരിക്കുണ്ടോടാ? അന്നല്ല പോച്ചിട്ട് വീട്ടിലെ ആ ദുർഗന്ധമൊക്കെ കളയാൻ വേണ്ടി. അല്ലല്ല ആ കുന്തിരിക്കം കത്തിച്ചിട്ട് അതിന്റെ പുകമറ നിന്നിട്ട് അവർക്ക് ഡ്രസ്സ് മാറാനാ. പിന്നെ അവള് രാവിലെ വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് കിടക്കപ്പായെന്ന് എന്റെ കൂടെ വന്നതാ. ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഞാൻ എന്തോലും ജ്യൂസോ എന്തോലും വാങ്ങിച്ചു കൊണ്ടുവരാം. ജ്യൂസ് വാങ്ങിക്കപ്പോ കട്ടപ്പോട്ടി കൂടെ നോക്കുവാന്നെ ഊതണേ. കണ്ണി കയറിക്കോളും പൊടി ഇവന്റെ. ഞാൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല. വൃത്തിയോട്ടെ ഞാൻ പെണ്ണുങ്ങളെ കാണാൻ കിടക്കുന്നു. വരും ഇപ്പൊ ഞാൻ. ഭയങ്കര ഭാഗ്യവനെന്തുവായാലും എന്നൊക്കെ എങ്ങനെ ഈ ധൈര്യം വരുവാടാ പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചിട്ട് വരാൻ വേണ്ടി? എന്തോ ധൈര്യമാടാ. എന്താ ധൈര്യമാ. നീ പോയി ജ്യൂസ് മാറ്റിട്ട് ഞാൻ നോക്കത്തൊന്നുമില്ല. പോ. അമ്മ വന്നേ. നീ പറയുന്നത് അമ്മ വന്ന നാട്ടുകാരൊക്കെ അറിയണമെന്ന് പറഞ്ഞു. അമ്മ വന്നേ. പേരറിയത്തില്ല ഒളിഞ്ഞിരിക്കണേ. സ്വന്തം അമ്മയുടെ പേര് നിനക്ക് അറിയത്തില്ലടാ? അല്ല അമ്മയുടെ പേരെന്തായിരുന്നു? കമലാക്ഷി. ഇനി ഇങ്ങനെ പറയുമ്പോ മാസ്ക് വെക്കണ അല്ലേ എനിക്ക് പകരുവാ. ഇപ്പൊ സ്വന്തം അമ്മാവൻ അലർജിയാന്ന്. സ്വന്തം അമ്മ അലർജിയാന്ന്. എന്തോ എന്നോട് വഴക്കിട്ടിട്ട് മൂത്ത മോന്റെ വീട്ടിൽ പോയാന്നല്ലോ. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പിടിച്ചേടത് ആ പാപ്പ കൊണ്ടുവന്ന്. എനിക്ക് തോന്നുമ്പോ ഞാൻ വരും. എവിടെ പോവാ പോയില്ല അമ്മ. കണ്ണൂരിട്ടരുത് നീ. എന്താ ഞാൻ വരുവടാ. എന്റെ വീടാണെങ്കിൽ ഞാൻ വരികയും ചെയ്യുന്നത്. എന്റെ പ്രമാണം എടുത്ത് എന്റെ മൂത്ത മോന് കൊടുക്കണം. എന്താ പ്രമാണം എവിടെ ഇരിക്കുന്നു? പ്രമാണം എവിടെ ഇരിക്കുന്നു? അത് ഞാൻ അലമാരിയിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 4 കൂറസാരി അടുക്കി വെച്ച ഇടയ്ക്ക് കയറ്റി വെച്ചേക്കും. അതാ ഒരു അലമാരി. എനിക്ക് മനസ്സിലായി. നീ ആ പ്രമാണം എവിടോ കട്ട് മുടിച്ചു. നീ അത് എടുത്തോട്ട് പോയി. നീ എവിടെ വിറ്റ്? നീ അത് ഇപ്പോഴല്ലേ ഇതിന്റെ സ്പോട്ട് പറഞ്ഞ. ഞാൻ എവിടെല്ലാം തപ്പി. നേരത്തെ പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എടുക്കത്തില്ലായിരുന്നു. മാറാ പെരുങ്കള്ള അങ്ങോട്ട്. കള്ളാൻ തന്നെ വിളിച്ചേക്കല്ലേ. സത്യം പറയാമല്ലോ സ്വന്തം മോനാന്നേലും എനിക്ക് കിട്ടുന്ന പെൻഷൻ പൈസ ഇവൻ കട്ട് മുടിക്കുവനെ. ഒരിക്കലും ഞാൻ കട്ടെടുത്തില്ല. പൈസ ഞാൻ കട്ടെടുത്തിട്ടില്ല. എനിക്ക് കുറച്ച് പെൻഷൻ പൈസ കിട്ടും. അത് ഈ വീട്ടിലെ ചെലവ് മൊത്തം കഴിഞ്ഞിട്ട് മിച്ചമുള്ള പൈസ ഞാൻ കടുകപ്പൊടിയിലും മല്ലിയുടെ പാത്രത്തിലും മുളക് പൊടിയുടെ പാത്രത്തിലും തൊമരയുടെ പാത്രത്തിലൊക്കെ ഇട്ട് വെക്കും. ഈ കള്ളൻ അത് കട്ട് മുടിക്കുക. ഞാൻ അതിൽ നിന്നല്ല എടുത്തത്. പിന്നെ അമ്മച്ചോട്ടാക്കുന്ന സാമ്പാറിനകത്തൊന്നും എനിക്കത് കിട്ടിയത്. സാമ്പാറിനകത്ത് എന്റെ പൈസ എങ്ങനെ കിട്ടോടാ? ഇൻഗ്രീഡിയൻസ് കുറഞ്ഞു വരുമ്പോ നോക്കണമായിരുന്നു പൈസയുടെ വീഴുന്നുണ്ടെന്ന്. സാമ്പാറിനകത്ത് എന്റെ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ നീ അതെന്റെ തിരിച്ചറിഞ്ഞമായിരുന്നു. എങ്ങനെ തിരിച്ചു വരും? അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറില്ലേ അത് കുടിക്കാൻ ഓടി ഗോകരണത്ത് പോകും. ഇവിടെ പറയാനുള്ള നേരം കേട്ടോ. ഈ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. എടാ നീയും കളഞ്ഞിട്ട് പോയ നിന്റെ തന്തയും വെച്ച വീടല്ലേ ഇത്? അറിയാമോ? കഷ്ടപ്പെട്ട് ഇവൻ 1.5 വയസ്സുള്ള പ്രായത്തില് ഇവരെ തന്ത ഇട്ടിട്ട് പോയി.
ഞാൻ കഷ്ടപ്പെട്ട് ചള്ളയും മണ്ണും ചുമന്ന ഈ വീടുണ്ടാക്കിയത്. കഷ്ടപ്പെട്ട് ചള്ള മണ്ണും ചുമന്നുണ്ടാക്കാൻ അമ്മ എന്താ വേട്ടാവളിയാന്ന്? എടാ, നീ പറഞ്ഞത് സോറി, വേട്ടാവളിച്ചിയാന്ന്. എടാ, ഒറ്റ കുത്തു വന്നാട്ടല്ലോ. വേട്ടാവളിച്ചല്ലേ കുത്തുവേ. എന്റെ വീട്ടിലോട്ട് കയറാൻ എനിക്ക് നിന്റെ സമ്മതം വേണം. അങ്ങോട്ട് കയറില്ല, അങ്ങോട്ട് കയറി പോയല്ലേ. കയറാൻ പറ്റാത്തതിന്റെ അമ്മച്ചി അവിടെ ഒരുത്തിയോട്ടെന്ന്. എന്തുവാ? നീ ഇപ്പൊ എന്താ പറഞ്ഞത്? ഒരുത്തി ആ. ഒരുത്തി ആ. കല്ലുകാട്ടിലെ മുള്ളു പോലെ ഒരുത്തി. മോഹലാവയേ മോഹലാവയേ എന്നെ നാളെയേ എന്റെ ഇന്നലത്തെ അമ്മയ്ക്കേ. ഓണനൗവേ മുന്നീന്ന് മാർക്കേ നാളെ എന്റെ പോയാലും വേണ്ടോ എടാ ഇങ്ങോട്ട് മാറി. പറഞ്ഞ നീ കേരളെന്ന് എന്തോ പറ്റിയടാ നിനക്ക്? എന്റെ ബോധം പോയതാ. കണ്ടോ? ഈ ബോധം പോയവര് സംസാരിക്കുമോ? ഇതാ പറയുന്നത് നിനക്ക് ബോധമില്ലെന്ന്. പിടിക്കേ, ഇപ്പുറത്ത് നിന്നാ മതി. അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് വിടത്തില്ല ഞാൻ. എടാ. അങ്ങോട്ട് വിടത്തില്ല ഞാൻ, അങ്ങോട്ട് വിടത്തില്ല. ഓണാഘോഷം തുടങ്ങിയോ? കോളക്കാര നടക്കുന്നു ഇവിടെ. ഓണാഘോഷം നടത്തുന്നു. മക്കളെ, 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 ചൈനയുടെ ആണോ? കയ്യിലൊട്ടത്തില്ല ക്ലേ. മക്കളെ ഞാൻ വിളിച്ചതാ. ഈ നിൽക്കുന്ന മർദ്ദായോട് ചോദിക്കാം എന്തോ വിഷയമെന്ന്. എടാ ഗിരിജ വല്ലഭ, എന്തോ വിഷയം? എടാ സമാധാന പ്രിയ, ഓ, ആദ്യത്തെ എൻട്രിക്ക് നീ ഇവിടെ ഉണ്ടായിരുന്നില്ല. നിനക്കറിയാലോ സംഭവം എന്തുവാണ്? എന്തോ ഇവിടെ നീ ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടില്ലേ? വിളിച്ചോണ്ട് പോടാ വീട്ടിൽ. പെണ്ണിനെ വിളിച്ചിട്ട് പറയാതെ വീട്ടിൽ പോയോ? അമ്മ കാണാൻ കയറിയ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ നാളെ ആട്ടുകാലത്തെല്ലാം കൂടെ എന്നെ കാണാൻ വേണ്ടി വരും. എന്തിന്? അമ്മ എന്നെ കൊല്ലത്തില്ലയോ? ഞാൻ അച്ഛൻ്റെ അടുത്ത് എന്താണ് ഇത്? രണ്ടെണ്ണം എന്റെ കൺമുമ്പിലുണ്ട്, ശബ്ദം അങ്ങ് ദൂരെ കേൾക്കുന്നത്. എന്തോ ഫ്രീക്വൻസിയാണ് ആഫ്രിക്കന്മാരെ ഇത്. എന്തോ ഇത്? അല്ല, എടാ പെണ്ണിനെ വിളിച്ചോണ്ട് പോടാ. എന്തുവാടാ നീ പറഞ്ഞേ? പെണ്ണിനെ വിളിച്ചോണ്ട് പോവാന്, പെണ്ണിനെ വിളിച്ചോണ്ട് പോവാന്. മക്കളെ, മക്കളെ, ഇവൻ നീ പറഞ്ഞത് കേട്ടോ? പെണ്ണിനെ വിളിച്ചോണ്ട് ഗാനമേള ഇപ്പോഴും കാണാൻ തുടങ്ങുമോ? കീബോർഡ് ചെക്ക് ചെയ്യുന്നു. പെണ്ണിനെ വിളിച്ചോണ്ട് പോവാൻ പറയുന്ന ഞാൻ സ്വന്തം പെറ്റമ്മയില്ലയോ? എന്നെ കയറി പെണ്ണെന്ന് വിളിക്കാമോ? പ്രായം തോന്നത്തില്ല എന്റെ ചർമ്മം കണ്ട, എന്നാലും ഒരു പെറ്റമ്മയോ വിളിക്കാമോ? നീ പറഞ്ഞ് മനസ്സിലാക്കടാ. നീ ഒരു കാര്യം ചെയ്യ്. ഈ പെണ്ണിനെ വിളിച്ചോണ്ട് പോടാ. എന്റെ മനസ്സമാനം കിടത്തല്ലേ. അമ്മേ, എന്തുവാ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവൻ ഇതൊക്കെ ഇങ്ങനെ കാണിക്കും, പക്ഷെ അമ്മ അതോർത്തൊന്നും പേടിക്കണ്ട. ഇവൻ ഇതുവരെ ഇത് കാണിച്ചിട്ടുമില്ല, എനിക്ക് മേടിച്ചു തന്നിട്ടുമില്ല. ഇതെന്തോ ഇത്? ഇത് ആർക്കാ ഇത്? അവക്കാട അമ്മയ്ക്ക് ഇഷ്ടമല്ല. അവക്കാട അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്ക് ഫ്രൂട്ടി, അമ്മയ്ക്ക് വേണ്ടി മാറ്റാത്. അമ്മ ക്ഷീണിക്കുമല്ലോ വടക്കോട്ടാക്കി. നല്ല സ്നേഹമുണ്ട്. എടാ, അടപ്പ് ഓർക്കുമ്പോ ടിഷ്യൂന്ന് സൗണ്ട് കേൾക്കുന്ന ജ്യൂസ് ഒന്നും കുടിക്കാൻ നിങ്ങൾക്ക് യോഗ്യത ആയിട്ടില്ല. പിന്നെ ഞങ്ങൾ കുടിച്ചിട്ട് ടിഷ്യൂ വെക്കണം. മര്യാദ പെണ്ണ പിടിച്ചോട്ടാ. പിന്നെ ട്രിക്കുണ്ട്. ഞങ്ങളുടെ അമ്മ ഈ ജ്യൂസ് കുടിച്ച് കറങ്ങി വിട്ടിരിക്കുന്ന സമയത്തെ നീ അകത്ത് കയറി പെണ്ണിനെ അടിച്ചോണ്ട് പോയിക്കോണം. കുറെ കൂടെ ഇറങ്ങാൻ വഴിവല്ലോ ഉണ്ടോ? കുറെ കൂടെ ഇറങ്ങാൻ വഴിയുണ്ടോന്ന് ഞങ്ങളുടെ വീട്ടില് ചേട്ടയ്ക്കകത്ത് വിടോ. ഒളിക്കൊക്കെ ഇറങ്ങണം. അങ്ങനെയാണല്ലേ? അയ്യോ, 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 അയ്യോടാ. അമ്മ അകത്ത് കയറി. ഞാൻ നീ എന്തോ ചെയ്യൂടാ? ഞാൻ നീ എന്താ ചെയ്യും? നിനക്ക് വേറെ വാങ്ങിച്ചാ തീരുമാനിക്കും. എടാ ഇവിടെ മറ്റേ നീര് കുടിക്കുന്നു, ജ്യൂസ് കുടിക്കുന്നു. അമ്മ അകത്ത് കയറി പോയെന്ന്. അമ്മ അകത്ത് കയറി എന്തുവാടാ ഇത്? എന്തുവാടാ പരിക്കകത്ത് കാണുന്നത്? എന്തുവാടാ നമ്മുടെ പരിക്കകത്ത് കാണുന്നത്? പോയത്. എന്തോ ഉണ്ട് കാണാൻ വേണ്ടി. എന്തുവാടാ അത്? അയ്യോ, എടാ മക്കളെ, കണ്ടോ? കഷ്ടപ്പെട്ട് രാവിലെ 5 മണിയായപ്പോ ഞാൻ എഴുന്നേറ്റ് 3 മണിക്ക് ഇവനോടുള്ള വഴക്കെല്ലാം തീർത്ത് ഉള്ളതെല്ലാം ഞാൻ വെച്ചോളുമ്പോ ഇവൻ തിന്നോട്ടെ, തിന്ന് മുടിയട്ടെ എന്നും പറഞ്ഞോണ്ട് ഞാൻ വെച്ചിട്ട് പോയതെല്ലാം അടുക്കള കഥ തുറന്നിട്ട് അപ്പുറത്തെ പൂച്ച വന്നെല്ലാം കട്ടോണ്ട് പോയത്. ഞാനിത് എങ്ങനെ സഹിക്കാം? എന്റെ ദൈവം, എന്റെ ദൈവമേ, ഞാനിത് എങ്ങനെ സഹിക്കാം? എനിക്ക് സഹിക്കാൻ വയ്യ എന്റെ ദൈവം. എല്ലാം കാഴ്ച നഷ്ടപ്പെട്ട് വയ്യ. എന്റെ വീട്ടിൽ കിടന്ന ചൂട്ടുമല്ലോ ഇവൻ വാരിയിട്ട് കത്തിച്ചോ. എന്തിനാ? നിനക്ക് മറ്റേത് മേടിച്ച് പിച്ചും പേയും പറയാനുള്ള പൈസ ഇല്ല. അമ്മ അമ്മ നമ്മുടെ പെരക്കകത്ത് എന്തെങ്കിലും കണ്ടായിരുന്ന ഉള്ളതെല്ലാം പൂച്ച കൊണ്ടുപോയെന്നല്ലേ പറഞ്ഞത്? ആകാ അതല്ലേ ഞാൻ പറഞ്ഞത്, പൂച്ച കൊണ്ടുപോയെന്ന്. പൂച്ചയുടെ കാര്യമല്ല, പിന്നെ എടാ ആ പെണ്ണിനെ കാണുന്നില്ലടാ. ഏത് പെണ്ണ്? ഏത് പെണ്ണാന്ന് പറയണോ? അമ്മ, ഞാനേ
ഒരു പെണ്ണുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലായിരുന്നേ. അപ്പൊ ഞാൻ അവളെ വിളിച്ചോണ്ട് വന്ന്. അപ്പൊ ഒരു ദിവസം ഇവിടെ താമസിച്ചിട്ടേ ഞങ്ങൾ നാളെ രാവിലെ അങ്ങ് പോകാൻ വേണ്ടിയായിരുന്നു. അപ്പൊ ഞാൻ അവളുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ചെന്നത് അവളെ കാണുന്നില്ല. അവിടെ ഒരെഴുത്ത് മാത്രം എഴുതി വെച്ചേക്കൂടാ. എന്തോ അത്? എടാ പോങ്ങ, സ്നേഹിച്ച പെണ്ണിനെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി കാണിക്കാനും പോറ്റാനും പറ്റാത്ത നിന്റെ കൂടെ ഞാൻ ജീവിക്കുന്നില്ലടാ പടുമൂങ്ങേ. ഞാൻ പോവുകയാണ്. പോകുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല. ആ വീട്ടിലെ പല്ലിയും എലിയും പാറ്റയും അണ്ണാനും എല്ലാം എൻ്റെ കൂടെ വരുന്നു. ആ തള്ളയും മോനെ കൂടെ വിടരുത്, എന്തോ അലപ്പാടാ രണ്ടുവന്ന്. പോയടാ, അവളെ ഇട്ടിട്ട് പോയെന്നെ. നീ വന്നേടാ. എന്താ അയ്യോ, ഞാനല്ലല്ലോ തെറ്റിയത്. ഇവരല്ലേ പെണ്ണിനെ വിളിച്ചിട്ട് വന്നത്? എടാ, ഏതോ വീട്ടിൽ കിടക്കുന്ന അവൻ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് നമ്മുടെ വീട്ടിലോട്ട് വന്ന്. ഇത്രയും കാലമായിട്ട് നിനക്കൊരു പെണ്ണിനെ ഈ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരാൻ തോന്നിയോടാ മെഴുവ. അമ്മച്ചി, നാളെ എല്ലാവരും ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരട്ടാമേ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകും. എന്നോട് വടക്കിട്ട് ചേട്ടന്റെ വീട്ടിൽ പോയി നിൽക്കാം അമ്മച്ചി. അതെടാ, തീർന്നടാ, മതി. നല്ല സ്കിറ്റായിരുന്നു. ഒരു നല്ല കൈയടി നസീർക്ക. നല്ല സ്കിറ്റായിരുന്നു. ഇടയ്ക്ക് ചെറിയ ഭയങ്ങളൊക്കെ വന്നായിരുന്നു. എന്താന്ന് വെച്ചാൽ എവിടെയെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും എന്നൊരു തോന്നൽ വന്നു. ഇടയ്ക്കൊന്ന് റൂട്ട് മാറ്റിയ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ചസ് ഒക്കെ വരുത്തിയപ്പോഴേ ഇടയ്ക്ക് പോകുമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങൾ അവിടെ കയറുകയും ചെയ്യും. പിന്നെ നമ്മൾ ആ പഴയ ഏരിയയിലേക്ക് തന്നെ വരും. അങ്ങനെയൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ കളിച്ച് ഈ സാധനം വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. സംഭവം സിമ്പിളാണ്, ചെറിയൊരു സ്കിറ്റാണ്. പക്ഷെ മനോഹരമായിട്ട് നിങ്ങൾ മൂന്ന് പേരും ഞാൻ പറയണം. അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. അമ്മ സുമി ഓരോ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അഭിനയത്തിലും നോട്ടത്തിലും ഡയലോഗ് പ്രസൻറ്റേഷനിലും എല്ലാത്തിലും. അതേപോലെ മനോജ് അതേപോലെ തന്നെ അജേഷ്, എല്ലാവരും കൂടെ നിങ്ങൾ മൂന്ന് പേരും ഇപ്പം സത്യം പറഞ്ഞാൽ ഈ വേദി നിങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. അതായത് ഈ തട്ട് നിങ്ങൾ എന്ത് കൊണ്ടുവന്നാലും ആ തട്ട് അത് സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങളും സ്വീകരിക്കുന്നുണ്ട്, നമ്മുടെ പ്രേക്ഷകരും സ്വീകരിക്കുന്നുണ്ട്. ഒരു സാധനം ഒരു രക്ഷയില്ലാത്തൊരു കൗണ്ടറിൻ്റെ അകത്ത് പറഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കാത്തൊരു സാധനം കുന്തിരിക്കത്തിൻ്റെ അത് ഉഗ്രം. ഒരു മനുഷ്യൻ ചിന്തിക്കുകയില്ല അങ്ങനെ ഒരു കൗണ്ടർ. എല്ലാം കാണാവുന്ന ഒരു വീട്, ഒരു കുറച്ച് കുന്തിരിക്കാൻ കിട്ടുകയാണെങ്കിൽ അത് പുകച്ചിട്ട് ആ പുകയുടെ മറവിൽ നിന്ന് ഡ്രസ്സ് മാറാവുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കുകയില്ല. അത്ര മനോഹരമായിരുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രസാദ് ഏട്ടാ. ഇത് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണിത്. പക്ഷേ ഈ നസീർ പറഞ്ഞ പോലെ കളിച്ച് കയറ്റിയിരിക്കുക. നിങ്ങൾ കളിച്ച് കയറ്റിയിരിക്കുക. ട്വിസ്റ്റിൻ്റെ പുറത്ത് ട്വിസ്റ്റ്. ഇങ്ങനെ നമ്മൾ വരുമ്പോൾ അമ്മ വന്നാൽ ഇനി എന്താ സംഭവിക്കുക? അപ്പോൾ അമ്മ അകത്തോട്ട് പോയപ്പോൾ അതിന് വലിയ സംഭവം. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട അമ്മ അകത്ത് പോയി തിരിച്ചു. അമ്മക്ക് കാഴ്ച നഷ്ടപ്പെട്ടോ. ഓരോന്ന് ഓർത്തിരിക്കാനും പറ്റുന്നില്ല. അത്രയധികം കൗണ്ടറുകൾ കൊണ്ട് ഇങ്ങനെ ഫില്ലായി കിടക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു ചേട്ടാ. ഉഗ്രനായിരുന്നു കേട്ടോ. നല്ല സ്കിറ്റായിരുന്നു. ഒരുപാട് തമാശ ഉണ്ടായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ നല്ല തമാശ ഉണ്ടായിരുന്നു. നല്ല ക്ലൈമാക്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഫ്ലോർ എന്ന് പറയുമ്പോൾ 3 പേരാണ് നമ്മൾ കളിക്കേണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നത് 5 പേര് വന്നിരുന്നത്. കാരണം സൂര്യശ്രീ സൈലന്റ് ആയിട്ട് വന്നുകൊണ്ട് കയ്യടി മേടിച്ചുകൊണ്ട് പോയി. ഒരു പ്രത്യേകതരം മിണ്ടിയിട്ടില്ല. പിന്നെ 5ാമത്തെ ഒരാളെന്ന് പറഞ്ഞാല് ആ വീടിന്റെ സെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നില്ല, എന്റെ ഗ്രാഫിക്സ് വർക്ക്. അതാണ് ഈ സ്കിറ്റിന്റെ ഏറ്റവും കോമഡി അല്ലേ? അതെ, 5 പേര്. പിന്നെ സത്യം പറഞ്ഞാൽ നമ്മളൊരു ആർട്ടിന്റെ സാധനം കാണിച്ചു കഴിഞ്ഞാൽ ഇത്രക്ക് അധികം അതിനകത്ത് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യാറില്ല. 6 പേരുണ്ടോ? അണ്ണാനും കൂടെ ഉണ്ട്. അങ്ങനെയാണ് പറഞ്ഞു വരുമ്പോ കുറെ ഉണ്ട്. അല്ല, അതൊരു കറക്റ്റ്. കാരണം ഞാൻ 1-2 കൗണ്ടറിൽ അത് ഒതുക്കുമെന്ന് കരുതി. പക്ഷെ അങ്ങനെ ഉടനീളം അതൊരു ക്യാരക്ടറായിരുന്നു. ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ നമുക്ക് മറക്കാനേ പറ്റൂല. അതുപോലെ ഒരു കഥാപാത്രമാക്കി മാറ്റി നിങ്ങൾ ആ വീട്. ഭയങ്കര രസമായിരുന്നത്. പിന്നെ വേടനെ കൊണ്ടുവന്നു അതിനകത്ത് തന്നെ. അത് നല്ല രസമായിരുന്നു. അതെ. അത് കാരണം നമ്മുടെ സ്കിറ്റുകളൊന്നും അല്ലെങ്കിൽ ഫ്ലോറിൽ അവതരിപ്പിക്കാത്തൊരു സാധനമാണ്. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആ പാടുന്ന സാധനം അത് നല്ല താളത്തിൽ 2 പേരും പാടി. അങ്ങനെ നോക്കുമ്പോൾ എല്ലാം ഗ്രാൻഡ് ആയിരുന്നു കേട്ടോ. എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പം 3 പേർക്കല്ല മാർക്ക് കൊടുക്കേണ്ടത്, 5 പേർക്കുള്ള മാർക്ക് തരണം. അപ്പൊ ഐശ്വര്യമായിട്ട് ആ മാർക്ക് കൊടുത്ത് തുടങ്ങിക്കോളൂ. ആരാണ് ആദ്യം? ഞാൻ ആദ്യം തരാം. നസീർക്ക. ഞാനൊരു 18,000 രൂപ കൊടുക്കുക. 18,000 രൂപ. ചേട്ടാ ഒരു 20. 38,000 രൂപ കലക്കി. വേറെ ഇതുമ്പോ തന്നെ എനിക്കൊരു മുകളിലൊരു നില പണിയണം. നോക്കാം. ബാക്കി ഞാൻ കൊടുത്തേക്കാം. ടോട്ടൽ എമൗണ്ട് അങ്ങനെ അടുത്ത സിൽവർ പഞ്ച് കൊണ്ടുവന്നിരിക്കുന്നു. മനോജേട്ടാ പറയൂ.
മനോജ് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഒരേ ഒരു കാര്യം. ഈ പുറത്തിറങ്ങുമ്പോൾ നാട്ടിലെ ആൾക്കാരുടെ മനോജിനോടുള്ള പെരുമാറ്റ രീതികളൊക്കെ എങ്ങനെയാണ്? അവരുടെ ഒരു ബന്ധപ്പെടൽ ഏത് രീതിയിലാണ്? നാട്ടിലിറങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആശംസയൊക്കെ അറിയിക്കുകയും നമ്മുടെ ഒരു പ്രൊമോ വന്നു കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഭയങ്കര ഫോൺ കോളാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുവാന്ന് പറയും. അതിനകത്തിൽ ഏറ്റവും കൂടുതൽ സുമിയെ തിരക്കും അജേഷിനെയും തിരക്കും. അത് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് ചെന്ന് ഷെയർ ചെയ്യും. ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ പോലും ഞങ്ങൾക്ക് അവിടെ ഒരു മുൻഗണന തരും. എത്ര തിരക്കാണെങ്കിലും ഞങ്ങളെ നേരെ അകത്തോടെ കയറ്റിയിട്ട് ഞങ്ങളെ തൊഴിപ്പിക്കും. ഞങ്ങൾക്ക് ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞത് ചിലർ പറയുന്നത് നിങ്ങൾ ഇവിടെ കാണിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ കഥകളാന്ന് പറയുന്നത്. ലൈഫുമായിട്ട് ഒരുപാട് ബന്ധമുള്ളതാണ്. അജേഷിന്റെ കാര്യം ഇതേപോലത്തുള്ള എങ്ങനെയാണ് നാട്ടില്? നാട്ടിലെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും ഈ പറഞ്ഞ പോലെ നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. മലയാളം പറഞ്ഞാലേ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്നപ്പോഴാണ് ഇതുപോലെ നമുക്ക് ഇതിന്റെ ഒരു ഗുണം കിട്ടിയത്. കാരണം കുറെ ഈ ഒപ്പിട്ടിക്കലും കുഞ്ഞിനെ കൊണ്ട് പോയ സമയത്താണ്. അപ്പൊ അങ്ങനെ നമ്മളെ അവിടുത്തെ സ്റ്റാഫ് തന്നെ വന്നുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിങ്ങിനായാലും പെർഫോമൻസിലായാലും നമുക്ക് വേറെ തലങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ തുടങ്ങി, തേടാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ കുറെ ഒക്കെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഈ വേദി കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. നല്ല കാര്യമാണത്. സുമി, നാട്ടിലെ കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മുടെ സുമി അതിന്റെ ഒത്തിരി ഒന്ന് സെറ്റാക്കി വരുമായിരുന്നു. അമ്മ എങ്ങനെ, അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? അമ്മ തുടക്കം മുതൽ ഇപ്പൊ വരെ പറയുന്നത്, നാളൊന്ന് അന്ന് നസീർക്ക പറഞ്ഞപ്പോ ഞാൻ കരയുകയും ചെയ്തത്, അഹങ്കരിക്കരുത്. അതാണ് അമ്മ മെയിൻ ആയിട്ട് പറയുന്നത്. അഹങ്കരിക്കരുത്. അമ്മ വന്നിട്ടുണ്ട് ഇവിടെ. അമ്മ വന്നിട്ടുണ്ട്, നല്ല അമ്മ. പിന്നെ ഞാൻ നമ്മുടെ ആ എപ്പിസോഡ്, ഞാൻ കരഞ്ഞ എപ്പിസോഡ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടപ്പോ എന്റെ ദൈവമേ എനിക്ക് കിട്ടിയ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു കേട്ടോ. അങ്ങനെ ഇട്ടിങ്ങനെ ആ റീല് കണ്ടപ്പോഴും എനിക്കൊരു സങ്കടം തോന്നിയിരുന്നു. കണ്ണീര് വരുന്ന ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് അതെമാതിരി കരച്ചിന്റെ പരസ്യമായി. അമ്മ ആർട്ടിസ്റ്റ് ആണല്ലേ? അമ്മ ആർട്ടിസ്റ്റ് ആണ്. അമ്മയ്ക്ക് ഇപ്പം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാരണം എന്നാലും അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, പെർഫോമൻസ് ഒക്കെ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ഉറക്കം നിൽക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെ കാരണം താൽക്കാലികമായിട്ട് നിർത്തി വെച്ചേക്കുവാണ്. നമുക്ക് അമ്മയും മോളായിട്ടും ഒരു സീറ്റ് അമ്മയായിട്ടും മോളായിട്ടും ഒരെണ്ണം ചെയ്താലല്ലേ? അയ്യോ, അമ്മ നല്ലപോലെ കോമഡി ചെയ്യും. അമ്മ എല്ലാ ഇതും എന്താ പറയുന്ന ക്യാരക്ടേഴ്സും ചെയ്യും. എനിക്ക് സെന്റിമെന്റ്സ് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കരഞ്ഞു മെഴുകാൻ പറ്റും, പക്ഷെ അത് വലിപ്പിക്കാൻ അല്ല, അങ്ങനെയാണ് അമ്മയും കൂട്ടിയിട്ട് ഒരു കോമഡി ഒരെണ്ണം നമുക്ക് ഒരെണ്ണം സെറ്റ് ചെയ്താലോ? അതെ, ഒരാളെ അമ്മ വന്നൊരു എപ്പോഴെങ്കിലും മതി. അതെ, നമ്മുടെ ഒരു ആഗ്രഹം. അമ്മയ്ക്ക് ഈ ഫ്ലോറ്, സ്റ്റേജ് അതൊക്കെ എപ്പോഴും ഇഷ്ടം തന്നെ. അതിപ്പം പെർഫോമൻസ് അല്ല, 2 വാക്ക് നിന്ന് പറയാനാണെങ്കിൽ നമുക്ക് സന്തോഷം. അപ്പൊ ഒത്തിരി സന്തോഷം. ഇനി അടുത്ത സിൽവർ പഞ്ചിന് അല്ലെ ഗോൾഡിന് കാണാം അല്ലേ? ഓക്കെ സെയിം ജി. അടുത്ത ഒച്ചിരിയെങ്കിലും നന്നായിട്ട് നോക്കണം കേട്ടോ. നമുക്ക് റെഡിയാക്കാം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ടീം കാലിക്കറ്റ് പുതിയ സ്കിറ്റ് റെഡിയാക്കി 3 പേര് എത്തിയിട്ടുണ്ട്. വിളിക്കട്ടെ? ഗ്രീഷ്മ ഉണ്ട്, അതുലുണ്ട്, അക്ഷയുണ്ട്. ഒരു നല്ല കൈഡി. എന്റെ പൊന്നിച്ചെങ്കിൽ ഞാൻ നിനക്ക് ആവശ്യത്തിനുള്ള കെയറിങ് തരുന്നില്ലേ? പിന്നെ ഞാൻ പറയുന്നുണ്ട്, നിനക്കൊന്ന് കേട്ടാല് ബുദ്ധി എന്ന് പറഞ്ഞ സാധനം നിനക്കില്ലേ? എനിക്ക് ഏട്ടന്റെ അത്ര ബുദ്ധി ഇല്ല ഏട്ടോ. ചെലങ്കി ഞാൻ വലത് വിളിച്ച് എന്റെ പൊന്നാരാ? ഞാനാ? എന്റെ ചക്കുടാരാ? ഞാനാ? എന്റെ മുത്തുക്കുട്ടി ആരേട്ടാ? ഞാൻ തന്നെ. എന്നാലേ നീ നമ്മളെ കാര്യം മുത്തശ്ശിയെടുത്ത് പറയണേ. അയ്യോ, അത് വേണ്ട. നിനക്കറിയാതെ എനിക്ക് അച്ഛനും അമ്മ ഇല്ലാത്ത കാര്യം. എന്നെ മുത്തശ്ശിയാണ് എടുത്ത് വളർത്തിയത്. അതിനാണെങ്കിൽ 2 അറ്റാക്ക് കഴിഞ്ഞിരിക്കുക. ഈ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതിന് കണ്ണിന് നേരെ കണ്ടൂടാ. കോഴിക്കൂട്ടിൽ താറാവിന്റെ മുട്ട വെച്ചിട്ട് പൂവൻ കോഴിനും പിഴക്കോഴിനും തമ്മിൽ തെറ്റിക്കുക. ഒറ്റമൈനേനെ കണ്ടിട്ട് അയ്യേ ഈ സിംഗിൾ അല്ലേടാന്ന് പറഞ്ഞ് മാനസികമായിട്ട് അതിനെ തളർത്തുക. ഇതൊക്കെ എന്റെ മുത്തശ്ശീന്റെ കലാപരിപാടികൾ. നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വിക്ക് എന്റെ മുത്തശ്ശി വരുന്നത് പിന്നെ വിളിക്കാം. ബൈ ബൈ. കൃഷ്ണ 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 ഹരേ കൃഷ്ണ. നീ ഇന്ന് എന്നെ മറന്നോ? ഇന്നെ അങ്ങോട്ട് മറന്നാളാ. കാലനോടൊന്നും പോയി പറയല്ലോ. ഞാനൊരു 10-50 കൊല്ലം കൂടെ ഇവിടെ. പാട്ടത്താറാവ് ആർക്കട ഇരിക്കാൻ പോവാ? എന്റെ അച്ഛന്. മുത്തശ്ശി, ഞാൻ സുരേന്ദ്രൻ വിളിച്ച കല്യാണത്തിന് പോയതാ. എങ്ങനെ വിളിക്കാണ്ട ഞാൻ പോയി. അയ്യോ, നല്ലൊരു കല്യാണം നടക്കേണ്ടതായിരുന്നു. ബന്ധുക്കളൊക്കെ തല്ലുകൂടി കസാരയൊക്കെ എടുത്തെറിഞ്ഞിട്ട് ഒരു മരണ വീട് കണക്കാക്കി. ഭക്ഷണമൊക്കെ ബാക്കി വന്ന് കിടക്കുക.
നല്ല പായസം. കുടുംബത്ത് പിറന്ന ഒരാൾ ആ സമയത്ത് മരണ വീട്ടിൽ നിന്ന് പായസം എടുത്തോണ്ടോ? ഒരിക്കലില്ല. 2 ലിറ്റർ പായസം 5 പൊതി ചോറ് ഞാൻ എടുത്തു. എന്റെ പൊന്നു മുത്തശ്ശി, അപ്പൊ അവിടെ ഉള്ള ബാക്കിയുള്ള ഭക്ഷണോ? ബാക്കിയുള്ളതൊക്കെ ഞാൻ സോപ്പ് പൊടി കലക്കിയുണ്ട്. പറമ്പ് നിറയും. അപ്പൊ രമ്യന്റെ കല്യാണം നിങ്ങൾ മുടക്കി. ഓളാളത്ര ശരിയൊന്നല്ല. ഇന്ന് ഓരോരുത്തർ വന്ന് നോക്ക് ഓരോ പൊതി കൊടുത്ത് പോകുന്നുണ്ട്. എന്റെ പൊന്നു മുത്തശ്ശി, അത് ഫുഡ് ഓർഡർ ചെയ്യുന്ന ആപ്പാണ്. നിങ്ങൾക്ക് ഈ ആപ്പിനെ പറ്റി എന്ത് കുന്തറിയാ? എനക്ക് ഓളെ കുടുംബത്തിനെ പറ്റി എന്ത് മാങ്ങ അറിയാ? ഓളെ മുത്തച്ഛൻ പണ്ട് തേങ്ങ പെറുക്കാൻ പോയ ആപ്പിലുണ്ടായതാണ് ഓളെ അച്ഛൻ. ഓളെ അച്ഛൻ പണ്ട് അടക്ക പെറുക്കാൻ പോയ ആപ്പിലുണ്ടായതാണ് ഓള്. എന്റെ പറവോള് കേക്കൂ. രാജേട്ടന്റെ മോളെ കല്യാണങ്ങളല്ല മുടക്കി. അതൊക്കെ ഓളെ പോക്കുവരം അത്ര ശരിയില്ല. എന്തേ? രാവിലെ ഓള് പോകുന്നത് ഒരു കാറിലും വൈകുന്നേരം വേറൊരു കാറിലാ തിരിച്ചു വരിക. അയ്യോ മുത്തശ്ശി, ഓള് ടാക്സി ഡ്രൈവറാ. രാവിലെ മൊത്തം കഷ്ടപ്പെട്ടിട്ടാണ് ആ കുട്ടി ആ വീട് മുന്നോട്ട് കൊണ്ടുവന്നത്. എന്നാ ഓള് വെറുതെ കിടന്ന് മെനക്കെട് കേട്ടോ. എന്താ? ആ വീടൊരു പൊടിക്കനങ്ങിയില്ല. കുടുംബം കൊണ്ടുവന്ന കാര്യാ പറഞ്ഞത്. ഇതേപോലെ ആയിരിക്കും ഗീതേച്ചിന്റെ മോളെ കല്യാണം മുടക്കി. ഇതെന്നെ കല്യാണം മുടക്കിയ ഞാനല്ലേ? കരണ്ട് പോയപ്പോ അതെങ്ങനെ ഒന്ന് മുടങ്ങി പോയതാ. തൂങ്ങിക്കിടക്കുന്ന മാല ബൾബ് പഴുത്ത പപ്പായ എന്ന് പറഞ്ഞ് പറിച്ചെടുത്തപ്പോ ലൈന് കട്ടാക്കിയത് ആരാ? ഞാനാ. ആ പപ്പായ ഞാൻ ആ പുഷ്പയ്ക്ക് കൊണ്ടേ കൊടുത്തപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. എങ്ങനെ പറയാനാ? അതെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കുക്കർ പൊട്ടിത്തെറിച്ചല്ലേ പുഷ്പിച്ച് പോയത്. പുഷ്പ പോയോ? എന്റെ പുഷ്പേ. എന്നാലും എന്റെ പുഷ്പ പോയില്ലേ? ഞങ്ങൾ എത്ര കൂട്ടുകാരായിരുന്നു അറിയോ? കൂട്ടുകാരല്ല, കള്ളത്തിയേനോള്. എന്നെ നേമിനി വെച്ച് നോമിനി വെച്ച് 5 കുറിയാണ് ആ കള്ളത്തി അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തത്. ആരടക്കിയത്? ആരടക്കും? വെള്ളിനി വെട്ട് നീ വന്ന് നീ അടക്കിയോ? അത് ഞാൻ പോയി അമ്മിണീനെ കറക്കട്ടെ. എന്തിന്? ഞാൻ അത് കറത്തിട്ട് വേണം ഇത് അടയ്ക്കാന്. ഹലോ ഹലോ ചെലങ്ക മുത്തശ്ശി എന്താടോ? അല്ല, നിങ്ങൾ നാടോടി നൃത്തത്തിന് പേരും എടുത്തുണ്ടോ? എനിക്ക് നീന്റെ ഇടയ്ക്ക് അതാ പണി. ഇടമ്മിളി ചാടകോ? അതല്ല, ചെലങ്ക വിൽക്കാൻ ആള് വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട. വേണ്ട കേട്ടല്ലോ. വെള്ളം കുടിക്കാൻ കുപ്പി, തല വെക്കാൻ തൊപ്പി, നീ എന്റെ പൂക്കി. കറി വെക്കാൻ ചട്ടി, ട്രിപ്പ് പോവാൻ ഊട്ടി, നീയാണ് എന്റെ ക്യൂട്ടി. നീ എന്താടി ഈ വേഷത്തില്? അതവിടെ നിക്കട്ടെ. ഇപ്പൊ എന്നെ കാണാൻ രസതന്ത്രത്തിലെ മീരാ ജാസ്മിന്റെ പോലെയല്ലേ ഇരിക്കുന്നേ? ഓളിന്ന് ഇവിടെ വന്നിരിക്കും. എന്താ കറക്റ്റ് മീരാ ജാസ്മിൻ ഇങ്ങനെ തന്നെയാ ഇരിക്കുന്നത്. എന്റെ പൊന്നെ, ചോറ് തിന്ന് കഴിഞ്ഞാൽ വാ കഴുകണ്ട. എന്താണിത്? അയ്യോ തൊടല്ലേ. പശല്ലാന്നിട്ട് ചോറും വട്ടി വെച്ച് ഒട്ടിച്ചതാ. നിനക്കൊരു പശ വാങ്ങിക്കൂടി. എന്റെ പൊന്ന് ഞാൻ പറയട്ടെ, മഞ്ഞക്കുപ്പി പശ ഞാൻ മേടിച്ചു വെച്ചതാണ്. അടുക്കളയിൽ ഇരുന്ന അമ്മ ഇത് നെയ്യാണെന്ന് പറഞ്ഞിട്ട് അച്ഛന് ദോശയിൽ പുരട്ടി കൊടുത്ത്. എന്നിട്ട് ഞാൻ വരുമ്പോ എന്റെ അച്ഛൻ കമാന്നൊരക്ഷരം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ല. അത് നിനക്കൊരു കാരണായി. അതൊക്കെ പോട്ടെ, എന്ത് ഈ വേഷത്തിൽ ഇവിടെ വന്നേന്ന്? എടാ, നിന്റെ മുത്തശ്ശിക്ക് പ്രേമ വിവാഹം ഇഷ്ടല്ല. ഇവിടെ ഞാൻ നിന്നിട്ട് എന്നെ പറ്റി പൊക്കി പൊക്കി പറഞ്ഞിട്ട് നമ്മളെ കല്യാണം നടത്തും. മോള് എങ്ങനെ മുത്തശ്ശീനോട് സംസാരിക്കുന്നേ? എന്താ എന്റെ ശബ്ദത്തിന് എന്താ കുഴപ്പം? ഓ, ആദ്യം നിന്റെ വായ കിടക്കുന്ന ആ ചീവിടിയുടെ അടുത്ത് പുറത്തിട്. നീ മോളെ മിണ്ടെന്നെ അടുത്ത്. എന്ത് നടത്താടി ഇത്? പൗരുഷ. ഇത് പൗരുഷല്ല, പോൾട്രി ഫാമിലെ ഫ്ലക്സ് പോലെ ഉണ്ട്. ആ ഒരു സെക്കൻഡ് നിൽക്കട്ടോ. അയ്യോ, റബ്ബർ പാൽ പൂച്ചയോ? അല്ല അല്ല, കിട്ടി. ഇത് എങ്ങനെ കൊടുക്കുക? എന്റെ പൊന്നെ, മുണ്ട് മടക്കുത്താൻ അറിയില്ല. ദാ ഇങ്ങനെ എടുത്തിട്ട് ദാ സൂക്ഷിച്ച്. അയ്യോ, മഴയായി കഴിഞ്ഞാ വീട്ടില് പാമ്പ് പാമ്പ് ചൂച്ചൂന്ന് സൂക്ഷിച്ചടാ. ഈ ചാവ്. ഓ, എന്റെ 2 ഉറുപ്പിന്റെ ഹെഡ്സെറ്റ്. ഏതായി പഴുതാരനെ തിന്ന് വന്നേ? എനിക്കൊരു സർപ്രൈസ്. അതിപ്പോ ഈ പറഞ്ഞിട്ട് വേണോ ഒക്കെ അറിയേ? എന്ത്? എനിക്ക് സർപ്പദോഷമുള്ള കാര്യം. മുത്തശ്ശിക്ക് ഒരാളായിട്ട്. സത്യായിട്ടും എന്റെ കേശവേട്ടനെ പിരിഞ്ഞു പോയപ്പോ ഞാൻ അന്നേ വരെ വേറൊരാളെ വിചാരിച്ചില്ല. ഈ കൊണ്ട് തന്നല്ല. അങ്ങനെ എന്നെക്കാളും പ്രായം കുറവാന്നറിയാം. നാലിക്ക് സമ്മത. അതല്ല, ഞങ്ങൾക്ക് ഈ വീട് കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഒരാളെ കൊണ്ടുവന്നതാ. പണിക്കാരനാ? മുത്തശ്ശിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒരു ടെൻഷൻ അടിക്കണ്ട. അങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് വാ. എന്താ അതിന് എന്നെ കാണുമ്പോ എന്തൊക്കെയോ ഒരു ഇളക്കം കിട്ടോ. പിന്നെ തൊട്ടൊരു മിനുക്കുക. കണ്ടാഞ്ഞൊരു 40 തോന്നുള്ളെങ്കിലും ഞാൻ നോക്കല്ലേ. എന്റെ പൊന്നു മുത്തശ്ശി, വീട്ടിലൊരു അതിഥി കേറി വന്ന ഇങ്ങനെയാണോ സ്വീകരിക്കുക? ഇത് പോരാ. ഞാൻ തൊഴുത്ത് പോയി ഞാൻ അമ്മിണീന്റെ കഴുത്ത് കിടക്കുന്ന മണി എടുത്തിന്റെ അരയെ കെട്ട. എന്റെ മുന്നിലെ ക്യാബറത്തുള്ളേ. അതല്ല, ഞാനൊരു സാരി വാങ്ങി തന്നില്ല, പച്ച കളർ നല്ല നെറ്റിന്റെ അടിപൊളി സാരി. അത് സാരി ആയിരുന്നു. ഞാനേ പഞ്ചായത്തിൽ നിന്ന് ഇത്തിരി ചീരത്തായി കിട്ടിയപ്പോഴേ കോഴി ചിക്കാതൊക്കെ അത് വെച്ചാ മറിച്ചത്. എന്റെ 4 ഉറുപ്പിന്റെ സാരി കളഞ്ഞ് നിങ്ങൾക്ക് എന്ത് വാങ്ങി തന്നൊരു കാര്യമില്ല, പണത്തള്ള.
എന്നോട് പറയണടാ. എനിക്ക് എന്റെ ഹൃദയം ഞാൻ പൊട്ടിക്കട്ടെ. ഇതാണ് ഹൃദയം. പൊട്ടിക്കട്ടെ. ഉള്ളത് അറിയോ? മോൻ കേക്കണം. നിന്നെയാ? മുത്തശ്ശി പറ. പണ്ട് ഞാൻ കാട്ടില് വിറകെടുക്കാൻ പോവാനും. കാട്ടിലെന്തിനാ മുത്തശ്ശി വിറകെടുക്കാൻ പോകുന്നത്? അത് പിന്നെ മോളെ, കാട് ഇങ്ങോട്ട് വന്നിട്ട് ഇന്നത്തിരി വിറക് എന്ന് പറയൂല, നമ്മള് പോണം. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാട്ടില് വിറകെടുക്കാൻ പോകും. അപ്പൊ ഒരു ദിവസം എന്നൊരു കരച്ചില്. പന്നിയാണോ? ഈ കിളുന്ന പന്നീനെ എടുത്ത് മാറ്റി വെക്ക് വിടുന്നു. ഞാൻ കരഞ്ഞതാ. നിന്റെ കരച്ചില്. ഞാൻ നോക്കുമ്പോ ഒരു അരുവിന്റെ നടുന്നൊരു കയ്യിന്റെ അറ്റത്തൊരു കുഞ്ഞ്. ശ്രദ്ധിച്ചു നോക്കിയപ്പോ 5 വള ഇക്കനത്തിൽ ഒരു 25 പവൻ കാണും. ഒന്നാമത്തെ വളയില് മുത്തിന്റെ ഡിസൈൻ. രാജമൗലി പോലും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വർണ്ണിച്ചിട്ടുണ്ടാവില്ലടാ. ഇവിടെ ഒരു മോതിരം ഉണ്ട് കേട്ടോ. ഞാൻ ഇറങ്ങിച്ചെന്ന് കുഞ്ഞിനങ്ങോട്ട് കോരിയെടുത്തതും മറ്റേ പെണ്ണുമ്പുള്ള ടാറ്റയും തന്നു പോയി. അങ്ങനെ ഈ നലന്ത് പോലത്തെ സാധനത്തിനെ വളർത്തി ഞാൻ കുമ്പളം പോലെ ആക്കി. എന്നോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ? പാടില്ല മുത്തശ്ശി. ഇവനിടയ്ക്ക് തമന്നെ കാണാൻ മല കയറി പോവാറുണ്ടോ? ഒരു പണിന്റെ മോയെ. ബാഹുബലി ഇന്റർവെൽ വരെ കാണിച്ചിട്ടുള്ളൂ അല്ലേ? ഇന്ന ഇവിടെ സിനിമ കാണിക്കാൻ വന്നാണോ അതോ പണിയെടുക്കാൻ വന്നാണോ? സിനിമ കാണിക്കാൻ, പണിയെടുപ്പിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഐശ്വര്യമായിട്ട് മുണ്ട് മടക്കി കുത്തിയിട്ട് ആ കാണാൻ തെങ്ങുമ്മ കയറിയിട്ട് ഒരു 5 കരിക്കിട്. മുത്തശ്ശി ആദ്യം തന്നെ ഭൂമിയിലുള്ള പണി കൊടുക്കതിന്. എന്റെ അച്ഛൻ ജീവിച്ചിരിക്കണ്ടേനെ എന്നൊക്കെ ഇങ്ങനെ കരിക്കിട്ട് തരുന്നു. മലയണ്ണാന്റെ കുഞ്ഞാണല്ലോ. എന്റെ അച്ഛനെ ചോള രാജവംശ താവഴിയിലുള്ളവനായിരുന്നു. എന്താ ഈ താവഴി? മോനെ, അമ്മ വഴിയുള്ള ബന്ധാണ് ഈ താവഴി. അപ്പൊ അച്ഛൻ വഴി? അച്ഛൻ തനി വഴിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെരുവഴിയിലായിരുന്നു. അങ്ങനെ പോവാണെങ്കിൽ എന്റെ കൂടി പെരുവഴിയിലാവും. എന്റെ കല്യാണത്തിന് ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഡിപ്രഷന് പോകും. ഡിപ്രഷനിൽ പോകുന്നതൊക്കെ കൊള്ളാൻ. വെള്ളത്തിൽ ഇറങ്ങരുത്. വൈകുന്നേരം ഒരു 6 മണിന്റെ മുന്നേ വീട്ടിൽ കയറിയില്ല ഞാൻ വാതിൽ തുറക്കൂല. മുത്തശ്ശി, ലാല് വന്നല്ലോ. മുത്തശ്ശി, ഇവൻ എങ്ങനെ വെച്ചിരിക്കരുത്. എന്താ വെച്ചിരുന്ന ഇവൻ കയറി അങ്ങ് പഴുക്കുവോ? എന്റെ നാട്ടിൽ നല്ലൊരു കൊച്ചുണ്ട്. നിങ്ങളുടെ നാട്ടിൽ കൊച്ചുണ്ടിയാണോ ഫേമസ്? ഇവിടെ എള്ളുണ്ടി ഉണ്ടല്ലോ ഞങ്ങൾക്ക്. ഒന്ന് മാറി. എന്റെ പൊന്നു മുത്തശ്ശി, ഓന്റെ വീട്ടിൽ എനിക്ക് പറ്റും നല്ല കിടുക്കാമണി പെൺകുട്ടി ഉണ്ട്. അവളെ പേര് ചെലങ്ക. ആ നോക്കണ്ട, തുള്ളി തുള്ളി അത് പോവും. ഈ ചെലങ്കയ്ക്ക് മണി ഉണ്ടോ? വീട്ടിൽ നിന്നാണോ? പൈസ ഉണ്ടോന്നോ? കാശിന് കാശ്, സൗന്ദര്യത്തിന് സൗന്ദര്യം, പാചകത്തിലോ കേമി. പാചകത്തിന് കേമിന്ന്. അതെങ്ങനെ എനക്കറിയാം? അറിഞ്ഞപ്പോ സത്യം പറയടാ, അതല്ല എന്റെ പഴയ കാമുകി. ഞാൻ എന്റെ ഹൃദയം പൊട്ടിക്കും. പൊട്ടിക്കട്ടെ. വേണ്ട പറയാ, സത്യം പറ. ചെറുതായിട്ട്. ആണോ? പറ്റൂല. പ്രണയ വിവാഹം ഇവിടെ ഞാൻ നടത്തൂല. നിന്റെ പ്രണയ വിവാഹം നടന്നില്ല, അതുകൊണ്ട് ആരെ പ്രണയ വിവാഹം ഞാൻ നടത്തൂല. രണ്ടാമത് പറഞ്ഞാൽ മീറ്റർ തെറ്റു. ഞാൻ നടത്തൂല എന്ന് പറഞ്ഞ നടത്തൂല. എന്റെ മുത്തശ്ശി, ഞാനും കേശവേട്ടനും പ്രേമത്തിലായിരുന്നു. ഒരു നിസാര കാര്യത്തിന് ഞങ്ങൾ തമ്മിൽ തെറ്റി. ഒരു നിസാര കാര്യത്തിന്? ശ്രദ്ധിച്ച് കേൾക്കണം, നിസാരല്ല, നിസാറിന്റെ കാര്യത്തിന്. ഈ കേശവേട്ടൻ ചെമ്മീന് പോവാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാനും നിസാർക്കെ കുട്ടിക്കുപ്പായത്തിന് പോയത്. സിനിമേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് കേശവേട്ടൻ്റെ ഒരു കുട്ടിക്കുപ്പായായിട്ട് ഞങ്ങളടുത്ത് വന്നിരിക്കുന്നു. ടിക്കറ്റടോ. അങ്ങനെ ആ ടിക്കറ്റിന്റെ ബാക്കിൽ ഒരു എഴുത്തും തന്നു മൂപ്പരങ്ങ് പോയി. എന്താ ഇനി ആ എഴുത്ത്? I didn't expect this. നീ ഇങ്ങോട്ട് വന്നേ. അതെ, നീയും ഞാനും ആയിട്ടുള്ള ചെലങ്കയായിട്ടുള്ള കല്യാണം നടക്കൂല. എന്താ? ആദ്യം ഈ മുത്തശ്ശിനി കേശവന് പിടിച്ച് കെട്ടിക്ക്, എന്നാലേ നടക്കുള്ളൂ. മുത്തശ്ശി അവിടെ പോയി വിളിയടാ. മുത്തശ്ശി അത് തന്നെയായ നല്ല കൈയടി, നല്ല സ്കിറ്റായിരുന്നു. നിങ്ങളുടെ ടീമില് ഗ്രീഷ്മ എന്ന് പറഞ്ഞൊരു കൊച്ചില്ലായിരുന്നോ? എവിടെ പോയി ഇപ്രാവശ്യം വന്നില്ലേ? ഇപ്രാവശ്യം ഇല്ല, അനിയനെ വിട്ടേക്കോ. ഇവൻ കൊള്ളാം. ബിജുക്കോട്ട ചേട്ടാ. ഗ്രീഷ്മ, അതുൽ, അക്ഷയ്, നല്ല സ്റ്റാൻഡേർഡ് സ്കിറ്റായിരുന്നു കേട്ടാ. ഓരോരുത്തരുടെ ഭാഗം വളരെ നന്നായിട്ട് പ്രകടനം കാഴ്ചവെച്ച്. അതുലിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ആ വെല്ലുമ്മയുടെ ഇപ്പോൾ ഇത്രയും പ്രായമുള്ള സാധനം, ആ നടുവിൻ്റെ സാധനമായാലും ഇങ്ങനെ തന്നെ ഇത്രയും പ്രായമുള്ള ഒരു വയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല നല്ല എന്താണ് ഫിസിക്കലി നല്ല ഹെൽത്തുള്ള ആളുകളും ഉണ്ട്, ഇങ്ങനത്തെ വയസ്സായ ആളുകൾ. അതിൽപ്പെടുന്ന ഒരാളും സംസാര രീതിയും അത് ആദ്യം മുതൽ അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്ത് അത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. നല്ല കയ്യടി തരേണ്ട ഒരു കാര്യമാണ്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട. കാരണം നിങ്ങൾ രണ്ടുപേരും മോശമാണെന്നല്ല, എനിക്ക് തോന്നുന്നത് അക്ഷയ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ വന്നപ്പോൾ നോക്കുമ്പോൾ ഒരു പൊടി താഴെയാണ്. കാരണം കോമഡി പറഞ്ഞിട്ടാണ്, പ്രകടനം കൊണ്ടല്ല, കോമഡി കുറച്ച് താഴെയായിരുന്നു. പക്ഷേ സ്റ്റാൻഡേർഡ് കോമഡി ആയിരുന്നു. ഗ്രീഷ്മ തകർത്തിട്ട. കാരണം ഇന്ന് ആദ്യം വന്നപ്പോൾ നമുക്ക് ഈ ചെക്ക് ഷർട്ടും അതുപോലെ ഈ ഒരു മുണ്ടും എനിക്ക് തോന്നുന്നത് മീര ജാസ്മിൻ്റെ ഏകദേശം ആ ഒരു റൂട്ട് പിടിക്കുന്ന രീതിയിലാണ് കളിച്ചത്. പിന്നെ മീശ പോകുന്നതൊക്കെ ഇടയ്ക്ക് വന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം, ഈ ആറ്റിറ്റ്യൂഡ് മാറിപ്പോണ്ടല്ലോ നമ്മുടെ. ചിലപ്പോൾ നമ്മൾ പെണ്ണായി വരുമ്പോൾ തന്നെ ഒറ്റ തട്ടി തന്നെ
അത് കറക്റ്റായിട്ട് ചെയ്യുക. നമ്മളും പെട്ടെന്ന് ചിരിച്ചു, അയ്യോ ശരിയാണല്ലോ, ഇത് പെണ്ണാണല്ലോ. അത് നമ്മൾ അങ്ങനെ ഒരു വൈബ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചതിൽ വളരെ നല്ലൊരു ആർട്ടിസ്റ്റിന് പറ്റിയുള്ളത്. കാരണം കുറേ ഒന്ന് ടച്ച് ചെയ്ത് നമ്മളും മറന്നു പോലെ ഇത് ആ മറവിയൊന്നും ഉണ്ടായിരുന്നില്ല. 3 പേരും നന്നായിരുന്നു കേട്ടോ, അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നല്ലതായിരുന്നു. താങ്ക് യു. ഈ മുത്തശ്ശിയുടെ ഒരു ക്യാരക്ടർ അതിൽ നിന്ന് ഭയങ്കര രസമാണ്. താങ്ക് യു. കാര്യം ഞാൻ ഇതിലും പ്രായം ചെന്ന വേഷം ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇത് ആ ഏജിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ആ ഏജ് വരുമ്പം ആ ഒരു ടോണാണ്, കുറച്ചുകൂടെ ഒരു വ്യത്യസ്തമായ ടോണാണ്. ഇതിൽ വന്നപ്പം ഒരു 70 വയസ്സിൻ്റെ ഒക്കെ റേഞ്ച് പിടിച്ചിട്ടുള്ള ഒരു വല്യമ്മയായിരുന്നു. ഭയങ്കര രസമായിട്ട് ചെയ്തു. കാര്യം നിങ്ങളത് ചെയ്താൽ വിൽക്കും എന്നൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നിങ്ങൾ ത്രെഡുകൾ റെഡിയാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം മിക്ക എപ്പിസോഡുകളിൽ ഈ ഒരു അമ്മ അവിടെ പ്രസൻ്റ് ആണ്, ഇല്ലേ? അതേപോലെ 3 പേരും നല്ല രസമായിട്ട് ചെയ്തു. നല്ലൊരു കണ്ടന്റ് ആയിരുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളുമായിട്ട് വേണം ഇനിയും വരാനായിട്ട്. കാര്യം വ്യത്യസ്തത നമുക്ക് ആവശ്യമാണ് ഇവിടെ, അതേപോലെ ചിരികളും ആവശ്യമാണ്. അങ്ങനെ തിരഞ്ഞെടുത്ത് വീണ്ടും എത്തുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അതല്ലേ നല്ലൊരു വീട്ടമ്മ. താങ്ക് യു. കാരണം വീട്ടമ്മ സാധാരണ ഈ പുരുഷന്മാർ സ്ത്രീ വേഷം കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ചില ഔചിത്യമില്ലായ്മകളുണ്ട് നമുക്ക് കാഴ്ചയിൽ തന്നെ. ഇത് തോന്നണില്ല, ശരിക്കും ഒരു സ്ത്രീയായിട്ട് തന്നെ തോന്നി. രണ്ടാമതൊരു കാര്യം പറഞ്ഞാൽ ഇത്രയും കുരുത്തക്കേട് എല്ലാ റാമ്പറപ്പും ഉണ്ട്, പക്ഷെ അമ്മൂമ്മ എടുത്ത് നമുക്ക് ദേഷ്യമില്ല. നല്ല വോയിസ് മോഡുലേഷൻ ആണ് കേട്ടോ. ചേഞ്ചിങ് ഭയങ്കര രസമായിട്ടുണ്ട്. പഴയ ഫിലോമിന ചേച്ചിയുടെ സ്റ്റൈല്. ഫിലോമിന ചേച്ചി എന്തെല്ലാം കുഴപ്പങ്ങൾ കാണി കുശിപ്പിത്തള്ളയായിട്ട് വരും, പക്ഷെ ഫിലോമിന ചേച്ചി നമുക്ക് ഇഷ്ടമാണ്. ആ ഗ്രീഷ്മയുടെ മീശ മാറിയിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. അല്ലേ, ഒന്ന് മാറിക്കണ്ടാൽ നന്നായിരിക്കുമായിരുന്നു. കൊള്ളാലോ. അപ്പം നല്ല ലാളിത്യമുള്ള ഗ്രാമീണതയുള്ള ഒരു നല്ല കോമഡി സ്കിറ്റ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു പ്രസാദേട്ടാ. എന്നാ പിന്നെ മാർക്സ് പ്രസാദേട്ടാ എത്രയാ കൊടുക്കുന്നത്? ഒരു 15,000 തുടങ്ങാം. 15,000 രൂപ. ബിജുക്കുട്ടി ചേട്ടാ? ഞാനും ഒരു 15,000 രൂപ കൊടുക്കാം. 30,000 രൂപയായിട്ടുണ്ട്. നസീർക്ക് കുറച്ച് അറിഞ്ഞു കൊടുത്തോ? ലീവൊക്കെ എടുത്ത് വന്നാ അത്രേ ഉള്ളൂ. ടോട്ടൽ എമൗണ്ട് 50,000 രൂപ. നല്ലതാണ്. അപ്പൊ ഈ ഒരു ഉഷാറോടുകൂടി പോയി അടുത്ത പ്രാവശ്യം ഒരു കിലോ സ്കിറ്റുമായിട്ട് വാ. ശരിയോടോ? എടി രേഷ്മേ, ഇന്നെന്താ ഉപദേശം? എടി എന്തിനാ ആർത്തിയെന്നു? എടി എനിക്ക് പണമുണ്ട്, പക്ഷെ എനിക്ക് പണത്തിന്റെ പുറത്ത് കിടന്ന് ഉറങ്ങണ വഴി. എനിക്ക് ഇനിയും പണം വേണം. പണം കിട്ടാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. എന്തെല്ലാം സാധനം ഇവിടെ വെക്കാൻ പറ്റുമോ, കുബേർ കുഞ്ചി അങ്ങനെ എന്ത് സാധനം ഞാൻ വെക്കും. എനിക്ക് പണം വേണം, പണം വേണം, പണം വേണം. ഉപദേശിക്കാതെ വെച്ചിട്ട് പൊടി. അവിടെ ഒരു ഉപദേശം, ഇതിനാ പണമെന്ന് പുഴുങ്ങി തിന്നാൻ. ഹലോ, നമസ്കാരം. നമസ്കാരം, നമസ്കാരം. എന്നാലും എന്റെ അസ്ട്രോളജർ എന്താ താൻ വൈകിയത്? എനിക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാനില്ല, ഇവിടെ മാത്രം വന്നോണ്ട് കാര്യമുണ്ടോ? വേറെ കസ്റ്റമറൊക്കെ ഉണ്ട്. കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആര് തരുന്നതിനേക്കാളും 10 പൈസ കൂടുതൽ ഞാനല്ലേ തരുന്നേ. അപ്പൊ ആദ്യം പരിഗണിക്കേണ്ട ആള് ഞാനല്ലേ? പിന്നെ അത് കറക്റ്റ് കാര്യമാണ് ചേച്ചി പറഞ്ഞത്. പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം എനിക്കൊരു നക്ഷത്രാമെ കൊണ്ട് തന്നായിരുന്നല്ലോ. ഞാനത് അക്കൂരത്തിലിട്ടപ്പോ എന്നെ നക്ഷത്രം ഒന്നും ഇപ്പൊ കാണാനില്ലല്ലോ. എന്റെ പെയിന്റ് ഇളകി പോയി കാണും. അതിന്റെ ഈ നക്ഷത്രം ഇളകി പോകുന്ന കൂട്ടത്തിൽ ചേച്ചിയുടെ പെയിൻ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു. എന്റെ പെയിൻ പോകുന്ന വെള്ളിമുങ്ങ എവിടെ? വെള്ളിമുങ്ങ എവിടെ? പെയിന്റ് തീർന്നിരിക്കേ. എന്താ? സിൽവർ പഞ്ച് അടിക്കും. സിൽവർ പഞ്ച് അടിക്കും. വെള്ളിമുങ്ങ കിട്ടിക്കഴിഞ്ഞാ സിൽവർ അടിച്ചിരിക്കും. ആണോ? ആണെന്ന്. ഉറപ്പാണോ? എനിക്ക് വെള്ളിമുങ്ങ വേണം. പിന്നെ ഇരുതലമുരിയോ? അയ്യോ, അതിന്റെ കാര്യം ഒന്നും പറയാതിരിക്കേ ഭേദം. ഒരു അനുസരണ ഇല്ലാത്ത ജീവിയാണെന്നത്. ഇരുതലമുരിയോ? 2 തലയുണ്ടെന്നുള്ള ഒരു അഹങ്കാരമാണ് ഈ സാധനത്തിന്. വന്ദേ ഭാരത് പോലെയാണ്. അവിടെ ഇവിടെ തലയല്ലേ, ആശി കുമി കൂടും. 4 വശത്തുനിന്നാ പൈസ. എനിക്ക് വേണം, എനിക്ക് ഇരുതലമുരിയെ വേണം. എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ചെല്ലുമ്പോളേ ഇതിന്റെ ഒരു തല നേരെ വടക്കോട്ട്, ഒരു തല നേരെ തെക്കോട്ട്. എന്ത് ചെയ്യാനാ? അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കൊത്തിയാണ്. ഇതിന്റെ ഇടക്കൊണ്ട് ഞാൻ തലയിട്ട് കഴിഞ്ഞ് എനിക്കിട്ട് കൊത്തി കിട്ടും. ഞാൻ അനുസരണയോട് പിടിച്ചവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്ന് തരാം. പക്ഷെ കൊണ്ടുവന്ന സാധനം എന്താ? മണിപ്ലാന്റ് ഞാൻ രാവിലെ കൊണ്ടുവന്ന് വെച്ചല്ലേ ഇവിടെ. എവിടെ കൊണ്ടുവച്ചെന്ന്? ഞാൻ മണിപ്ലാന്റ് രാവിലെ കൊണ്ടുവന്ന് വെച്ചാൽ ചേച്ചി. ഞാൻ ഇവിടെ രാവിലെ മണിപ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചെന്നേ. എവിടെ വെച്ചോ മണിപ്ലാന്റ്? അതെ, ഇതാണ് മണിപ്ലാന്റ്. മണിപ്ലാന്റ് ഇതെന്താ ഇങ്ങനെ? എങ്ങനെ? ഞാനങ്ങ് തിന്നടോ.
ഞാനങ്ങ് തിന്ന്. ചേച്ചി ഇതിന്റെ ഇല ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ചേച്ചി നിന്ന് കഴിഞ്ഞാൽ പൈസ വരില്ല. ഇത് ഈ ഇല ഇതുമേ നിന്നെങ്കിലേ പൈസ വരുള്ളൂ. മണകുടാച്ചനോട് ഞാൻ എങ്ങനെ പറയും? എടാ ഞാൻ തിന്നില്ല. ഈ ആട് തിന്നതായിരിക്കും. അത് ആട് തോമയുടെ ആടാടാ. അത് ആ മണിപ്ലാന്റിന്റെ ഇല മൊത്തം തിന്നു. അയ്യോ ഇനി എനിക്ക് പൈസ കിട്ടത്തില്ല. എന്റെ ദൈവമേ. എടാ ആട് തോമേ, എടാ ആട് തോമേ. സ്ഫോടിക സിനിമ ഇറങ്ങിയത് പിന്നെ അവൻ ആട് തോമയാന്ന് പറഞ്ഞോണ്ട് നടക്കുവാ. കാണിച്ചേ ആടുതോമെന്ന് വിളിച്ചപ്പോ അറിയാതെ ഫിഗർ വന്നു പോയതാ. കറക്റ്റ് ആയിരുന്നു. എന്താ വിളിച്ചത്? നമ്മൾ ഉടക്കാണ്. പറയാൻ പറ്റല്ലേ? പക്ഷെ കാര്യം ഞാൻ പറയും. എന്ത് കാര്യം? എന്റെ മണിപ്ലാന്റിന്റെ ഇലയെ തന്റെ ആട് തിന്നിടൂ. അതെ മണിപ്ലാന്റ്. മണിപ്ലാന്റ്. പിന്നെ ആടിന്റെ മുമ്പിൽ കൊണ്ട് തീറ്റ വെച്ച് കൊടുത്ത പിന്നെ ആട് തിന്നൂല്ലേ? അതിന് മണിപ്ലാന്റ് ആണോ എവറസ്റ്റ് കൊടുമുടിയാണോ അതിനറിയാമോ? ആട് തോമയാന്ന് പറഞ്ഞിങ്ങനെ നടക്കാൻ നിനക്ക് നാണം ഉണ്ടോ? ഞാനേ ആടിനെ ചങ്കിനോട് ചേർത്ത് വെക്കുന്ന ആളാണ്. ആടിനെ ചങ്കിനോട് ചേർത്ത് വെക്കുന്ന ആളാണ് ഞാൻ. മനസ്സിലായോ? ഇപ്പൊ ഇതിനൊരു സമാധാനം താനുണ്ടാക്കാം. ഈ ചേച്ചിക്ക് എത്ര രൂപ കിട്ടേണ്ടതാണെന്ന് അറിയാവോ? അയ്യോ എന്റെ ദൈവമേ. എടാ 1.5 ലക്ഷം രൂപ ഞാൻ റൊക്കം എണ്ണി കൊടുത്ത് മേടിച്ച മണിപ്ലാന്റ് ആണ്. 2 ലക്ഷം തരേണ്ടതാണ്. ഞാൻ 50 കുറച്ചാണ്. അത് പാവ അസ്ട്രോളജർ. 1.5 ആയാലും 2 ആയാലും ആടിന്റെ മുമ്പിൽ കൊണ്ട് വെച്ച് കൊടുത്താൽ അത് തിന്നും. അത് തീറ്റയാണെന്ന്. അതിന് മണി പ്ലാന്റ് ആണെന്നൊന്നും അതിന് അറിഞ്ഞുകൂടാ. ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നഷ്ടപരിഹാരം തന്നേ പറ്റൂ. നഷ്ടപരിഹാരം തന്നേ പറ്റൂ. നമ്മൾ അയൽവക്കാരാണെങ്കിൽ വഴക്കിനും വക്കാണത്തിനും ഒന്നുമില്ലേ? എന്ത് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ചോക്ലേറ്റ് സന്തോഷപൂർവ്വം ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. എടാ നീ എന്തിനാടാ ഇങ്ങനെ ആവശ്യമില്ലാത്ത തീറ്റയൊക്കെ തിന്നണത്? എന്താ പൊന്നെ കേട്ടോ അവന്റെ ഇരിപ്പ് ബാറ്ററിന്ന് വിട്ടുപോയി. എന്നെ മണിപ്ലാന്റിന്റെ ഇല ആട് തിന്നു. പൈസ താ. ഒരു മിനിറ്റ്. ഞാനിപ്പോ തന്ന ചോക്ലേറ്റ് ഒന്ന് തന്നേക്കൂ. ഞാനിപ്പോ തന്ന ആ ചോക്ലേറ്റ് ഇല്ലേ അത് തന്നേക്കൂ ഇങ്ങോട്ട്. ഞാൻ തിന്നു. അതെന്തിനാ തിന്നത്? അല്ല ഞാൻ എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാലേ ഉള്ളൂ. അതിന് തിന്നാൻ ഞാൻ പറഞ്ഞു. അല്ല കൈ തരുമ്പോ അത് തിന്നാനുള്ള സാധനമല്ലേ, നമ്മൾ തിന്നു പോവില്ല. അത് തന്നെ ഈ ആടും കാണിച്ചു. അതിന്റെ മുമ്പിൽ കൊണ്ട് തീറ്റ വെച്ച് കൊടുത്താൽ അത് തിന്നും. അതിനപ്പുറത്തേക്കൊന്നും ഇത് കാണിച്ചിട്ടില്ല. മനസ്സിലായോ? നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത എന്റെ നേരെ രാവിലെ വഴക്കിന് വരല്ലേ? ന്യായം പറഞ്ഞു വരുവാണോ? എനിക്ക് പൈസ താടോ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വേണ്ടിയില്ല, നിങ്ങൾ ഇത് ഇവർക്ക് പൈസ കൊടുത്തേ പറ്റുള്ളൂ. നിങ്ങളൊന്നും ചുമ്മാ പിന്നെ ഇപ്പൊ ഇവർക്ക് ഭാഗ്യം മൊത്തം ആ ഒരു കാര്യം പറഞ്ഞ കേട്ടോ. ഇത് ഞാൻ ചേച്ചിക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്ന് വെച്ചതാണ്. ഹലോ അയ്യോ എപ്പോ ദൈവമേ എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റില്ല. 1 ലക്ഷം രൂപയാ? കുറഞ്ഞ പ്രൈസ് ആണെന്നാലും കുഴപ്പമില്ല. 1 ലക്ഷം രൂപ അടിച്ചല്ലേ ലോട്ടറി. നന്നായി. ഞാൻ അങ്ങോട്ട് വരാം. എന്തോ അടിച്ചെന്ന്? എനിക്ക് 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെന്ന് ഇപ്പൊ കടക്കാരൻ വിളിച്ചു പറഞ്ഞു. 65. എന്റെ ദൈവമേ 65,000 രൂപ. നക്കാപ്പിച്ച പൈസ ഇല്ലാത്തവന് 65,000 രൂപ കിട്ടുമെന്ന്. അയ്യോ എന്റെ മണിപ്ലാന്റ് ഇല ആട് തിന്നുകൊണ്ടല്ലോ ഇത് കിട്ടിയത്. അയ്യോ എന്റെ മണിപ്ലാന്റ് എന്ത് ചെയ്യും? നമുക്ക് എങ്ങനെയെങ്കിലും ആടിനെ നമ്മുടെ കയ്യിലാക്കണം. ആടിനെ കിട്ടിയാലോ ഓക്കെ ആവോ? വർക്ക് ചെയ്യ്, ആടിനെ കയ്യിലാക്കണം. എങ്ങനെ ആടിനെ കയ്യിലാക്കും? ഞാൻ ചോദിക്കട്ടെ. എത്ര രൂപ എത്ര രൂപ? തോമാ എന്താണ്? നല്ല ആടല്ലേ? ക്യൂട്ട് ആടെന്ന് പറയാ എന്റെ ചങ്കാണ്. അതിലാക്കാർ ആരും പിടിക്കാൻ പറഞ്ഞ. ഈ ചങ്കിനെ എനിക്ക് തരുമോ? എന്തിന്? എനിക്ക് വളർത്താൻ ആട്. ഇല്ല കൊടുക്കൂല. ആടിനെ കൊടുക്കൂല. താനേതോ? ഇല്ലെന്ന് ആടിനെ കൊടുക്കൂല. എനിക്ക് ഇഷ്ടമല്ല ആടിനെ കൊടുക്കണത്. തോമ എത്ര വില പറഞ്ഞാലും എനിക്ക് ആടിനെ താ തോമ. 1 ലക്ഷം രൂപ എന്നാ എന്റെ ആടിനെ തരാം. ഒരു ആടിന് 1 ലക്ഷം രൂപയോ? ഞാൻ പറയണ വിലയെന്ന് 10 ലക്ഷം വന്ന് കയറാൻ പോണത്. തന്റെ ഗൂഗിൾ പേ നമ്പർ അത് തന്നെയാണോ? തന്റെ ഗൂഗിൾ പേ എന്റെ നമ്പർ അത് തന്നെ. എന്റെ നമ്പർ കയ്യിലുണ്ടോ? തന്റെ പല നമ്പറും എനിക്ക് അറിയാലോ. എടോ ഒരു 50,000 വെച്ച് ഞാൻ അയച്ചിട്ടുണ്ടേ. വന്നിട്ട് വന്ന് നോക്ക്. ആടിനെത്താ. ആടിനെത്താ. 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ ആടിനെ തരുകയാണ്. പൊന്നുപോലെ വളർത്തിക്കോളണം. പൂമണി നിന്റെ ചെറു നിറക്കൊതിരറിയണൊരറിവാളവിടെ കുടയിൽ കുത്തരിയ ഇങ്ങോട്ട് തോന്നു ലക്ഷങ്ങൾ വന്നതാണല്ലേ. അതിനൊന്നും പറ്റാതെ സൂക്ഷിച്ച് നോക്കിക്കോളാം. ഞാൻ നോക്കിക്കോളാം. സംഭവമാക്കിയേ. ഇനിയിപ്പോ എനിക്ക് 10 ലക്ഷം രൂപ എത്ര വേണേലും വരുമല്ലോ. ഹലോ എന്നാ മാവാ? പിന്നെ ഒന്ന് ചുമ്മാ പറഞ്ഞ് മോഹിപ്പിക്കുക. പിന്നെ ഹൈവേ സൈഡിലുള്ള 30 സെന്റ് എന്റെ പേരിൽ എഴുതി തരാൻ പോണെന്നോ? പിന്നെ അത് അനിയന് കൊടുക്കുന്നല്ലേ പറഞ്ഞേ? എനിക്ക് തരുമെന്നോ? എന്റെ പേരിൽ എഴുതി തരുമെന്നോ? എന്റെ പൊന്നെ ഞാൻ അങ്ങ് പൊളിയുവാണല്ലോ. ഓക്കെ മാവാ ഓക്കെ. എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ. ആടിനെ എനിക്ക് കിട്ടിട്ടോ. അമ്മാവനെ ഹൈവേ സൈഡിൽ 30 സെന്റ് സ്ഥലം ഉണ്ട്. അത് എനിക്ക് എഴുതി തരാന്ന്. എന്ത് കഷ്ടമാണെന്ന് പറ.
താൻ എന്തൊക്കെയോടെ പറഞ്ഞ ആടിനെ ഇങ്ങോട്ട് കെട്ടിക്കണമ്പോ എനിക്ക് ഭാഗ്യം വരുമെന്നില്ലേ പിന്നെ തോമയ്ക്കല്ലോ ഭാഗ്യം വന്നേ എന്താണോ കാര്യം എന്താ കാര്യം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആടിനെ നമുക്ക് പുള്ളി തന്ന് പക്ഷെ ഈ ആടാണല്ലോ ഈ ഇല തിന്നത് അതെ. ഇല തിന്നിട്ട് ഈ ഇലയുടെ കാഷ്ടം ഉണ്ടല്ലോ ഈ ആടിട്ടിരിക്കണ കാഷ്ടം അത് അപ്പുറത്തല്ലേ കിടക്കുന്നത് കിടക്കണ് ഈ കാഷ്ടം എന്ത് വില കൊടുത്തും മേടിക്കണം ആട് മാത്രം കിട്ടിയിട്ട് ഞങ്ങൾക്ക് കാര്യമില്ല ആട് മാത്രം കിട്ടി ഞങ്ങൾക്ക് ഭാഗ്യം വരില്ല അല്ല ഞാൻ പറഞ്ഞോളാം ഞാൻ നയത്തിന് ചോദിച്ചോളാം അങ്ങനെ ചോദിച്ചോ. തോമ കാഷ്ടം തരുവോ തോമ തോൽവിയാണ്. അല്ല ആടിന്റെ കാഷ്ടം എനിക്ക് തരുവോ എന്ത് വില ഞാൻ തരാം ആടിന്റെ കാഷ്ടം ആടിനെ തന്നില്ല 1 ലക്ഷം രൂപ ഇനി കാശം തരേണ്ട കാര്യമുണ്ടോ? അല്ല ആട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്റെ കാഷ്ടം ഒന്ന് തരുവോ പ്ലീസ് ആണോടാ? ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ആട് കാഷ്ടം എടാ നീ നിന്റെ കാഷ്ടം മിസ് ചെയ്യുന്നുണ്ടോ? പറ ആന്ന് പറ ആടിന്റെ കാഷ്ടമൊക്കെ തന്നെ നല്ല വില തന്നെ അങ്ങ് തരൂല. നല്ല വിലയോ എത്ര രൂപ വേണമെന്ന് പറ തോമ ഞാൻ തരാം. കടല എണ്ണി തന്നെ പോലെ തരുവുള്ളൂ ഈ സാധനം. എങ്ങനെ ഓരോ പീസിനും കാശാണ്. മൊത്തം 58 പീസുണ്ട്. എണ്ണി കഴിഞ്ഞു അതിന്റെ ഒരെണ്ണം ഒടിഞ്ഞിട്ടുണ്ട്. അത് സാരമില്ല ഒരെണ്ണം ഒടിഞ്ഞിട്ടുണ്ട്. രണ്ടായിട്ട് കൂട്ടിക്കും. രണ്ടായിട്ട് കൂട്ടിക്കും. അപ്പം 10-100 കാണും. ഒരു ഒറ്റ വിലതാ 100 10,000. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് പറഞ്ഞേ എത്ര ഉണ്ട്? 100 കൂട്ടിക്കും. 100 കൂട്ടി 10,000 രൂപ ഇട്ടേക്കാം. അത് തന്നെയല്ലേ ഗൂഗിൾ പേ നമ്പറേ? അത് തന്നെ. 10,000 രൂപ ഇട്ടിട്ടുണ്ട്. പിടിച്ചേ. കൊടുക്കാൻ തോന്നുന്നില്ല നിന്നെ. ഒരു മഴപ്പക്ഷി പാടുന്നു ചെറുമുളം തണ്ട് മൂടുന്നു മുറിവേഴും നെഞ്ചു ഒരു ഉമ്മ കൊടുത്തേ. ഇതിനോ കാശല്ലേ വന്ന് കയറണത്. നിന്റെ കാഷ്ടം ഇവിടെ തന്നെ കിടക്കട്ടെ. ഈ ഫോൺ എപ്പോഴും വൈബ്രേറ്റാ. എന്താണ് പറ? എന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അറിഞ്ഞോ? 2 പവന്റെ മാലയോ? അയ്യോ ചേച്ചി വേണ്ട, എനിക്ക് സ്വർണത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. വേണ്ട 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 വേണ്ട. നിർബന്ധാണ് കൊണ്ടുവാ, ഞാൻ ഇവിടെ ഉണ്ട്. ബാ ചോക്ലേറ്റ് തരാം. ബാ ശരി. എന്താ തോമ? ഒന്നും ഇല്ലെന്നേ. എന്തോ ഉണ്ട് ആയിരുന്നല്ലോ ഇന്ന്. അപ്പൊ എന്റെ ചേച്ചി 2 പവന്റെ മാല മേടിച്ചു തരാന്ന്. കണ്ടോടോ ആടിനെ മേടിച്ച് കാഷ്ടം മേടിച്ച് പിന്നെ ഭാഗ്യം തോമയ്ക്ക്. അതെന്താ? അത് ഞാൻ ചോദിക്കാം. ഹലോ ഇതെങ്ങനെ ചേട്ടാ പെട്ടെന്ന് നിങ്ങൾ ഈ ലക്ഷം? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു തരുമില്ല മോനെ. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ തോമ? അതെന്താന്നറിയാമോ? എന്താ ഒരു ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ മണി പ്ലാന്റ് നഷ്ടപ്പെട്ടപ്പോ പണം നഷ്ടപ്പെട്ടു. ഒന്നാമത്തെ കാര്യം ഇല തിന്നത് ആട്. ആട് കഴിച്ചപ്പോ അതിന്റെ കാഷ്ടം വന്നു. ഇല തിന്നുകൊണ്ട് അത് നിങ്ങൾ മേടിച്ചു. പക്ഷെ ഇതിന്റെ ഓണർ ആരാ? തോമ ആണല്ലോ. ഇവിടെ ബുദ്ധിയില്ലാത്തവനെ അതല്ലേ ചോദിക്കണ്ടേ? ആദ്യം മേടിക്കേണ്ട തോമയായിരുന്നു. തോമയല്ലേ ഓണർ. അങ്ങോട്ട് മേടിക്കാൻ നീ ഒരു പ്ലാൻ എനിക്ക് പറഞ്ഞതാ. ഒരു കാര്യം ചെയ്യ്, തോമാനെ സ്നേഹിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോവാ. അത് നീ എനിക്ക് പറഞ്ഞു തന്നാലല്ലേ എനിക്ക് ചെന്ന് പറയാൻ പറ്റൂ. ലൈനടി ഇഷ്ടപ്പെടുക. ഒന്ന് വെച്ചാ രണ്ട്. തോമേ എനിക്ക് കണ്ട കാലം മുതല് തോമെ ഭയങ്കര ഇഷ്ടമാ തോമ. തോമ എനിക്കൊരു കൂട്ടായിട്ട് എന്റെ ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് വരുവോ തോമ? നമ്മളിവിടെ ഇങ്ങനെ സാധാരണക്കാരന് ഒരു ആട്ടിടനായിട്ട് ജീവിച്ചോളാം. തോമ ആലോചിച്ച് നോക്കണം. തോമയുടെ ആടിനെ ഞാൻ എടുത്ത്, കാഷ്ടം ഞാൻ എടുത്ത്. ഇനിയിപ്പൊ തോമോട് എന്റെ കൂടെ വാ തോമ. തോമ അങ്ങനെ പറയല്ലേ വർക്കാവുള്ളൂ. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ? പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. പൊന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടന്നു കൊണ്ടുപോകൂ. മൊത്തം കയ്യിൽ നിന്ന് കളഞ്ഞേച്ച് നീ കിടന്നു സൈൻ ചെയ്യണം. തോമ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് മുതൽ ഞാൻ തോമയുടെ, തോമ എന്റേത്. നടക്കണ കേസല്ല. തോമ എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ തോമയ്ക്ക് എഴുതി തരാം. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ ഞാൻ ചിലപ്പോ നോക്കിയിരിക്കും. എന്നാ തോമ എന്റെ കൂടെ ഇന്ന് മുതൽ ഉണ്ടാവും. എന്നാ പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് നമ്മുടെ കല്യാണം നടത്തണേ. ഞാൻ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തട്ടെ. ഞാനേ അനാഥാലയത്തിൽ കൊണ്ടാക്കി അച്ഛനോടും അമ്മയോടും ഒക്കെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് സമാധാനമായി. ഞാൻ ആദ്യം ഇത് എങ്ങനെ പെട്ടെന്ന് ഈ ലക്ഷപ്രഭു ആയി? നിങ്ങൾ ഭാഗ്യവാനായി. എങ്ങനെ ആയി? എടാ ഇതൊന്നുമില്ല ഇതിലൊന്നും. നമ്മള് വിളിക്കുമ്പോ നുണ പറയാൻ ഒരു കൂട്ടുകാരൻ വേണം, പിന്നെ ഒരാട്, പിന്നെ ഇതുപോലെ തലക്കോളം പോയ പണത്തിനോട് കൊതിയുള്ള ഒരു പെണ്ണ്. ഇതുണ്ടെങ്കിൽ നമ്മൾ ആരും കോടീശ്വരനാടാ.
നമുക്ക് വീട്ടിൽ പോകേണ്ട സമയമായി ഗായ്സ്. സുഖമായിട്ട് കിടന്നുറങ്ങാം അല്ലേ? ചിരിച്ച സന്തോഷത്തിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. ഒരു സ്പെഷ്യൽ കയ്യടി നമ്മുടെ ഇന്നത്തെ ഓഡിയൻസിന് കൊടുക്കണം. നമ്മുടെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആണ്, ചാരുമൂട് മേഖലയിലുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും ഒത്തിരി 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 പിന്നെ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞങ്ങള് ഇതിലും കിടലും സ്കിറ്റുകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം. ഗുഡ് നൈറ്റ്.